ഞാനീ പറയുന്ന പ്രൈസിൽ കേരളത്തിൽ എവിടെ നിങ്ങൾക്ക് ഡൊമിനോർ 400 ഈ വിലക്ക് കിട്ടൂല. അത് ഉറപ്പാ 45 റുപ്യ കൊടുക്കാം. 45,000 NS. അത്രയും സിമ്പിൾ ആയിട്ടാ പറയണത്. ബജാജ് കാർഡ് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ഫണ്ട് വലിച്ചുകൊണ്ട് ഇവിടെ വണ്ടി ഇറക്കാൻ പറ്റും. ഇന്നലെ 2 വണ്ടി ഇറക്കി കൊടുത്തത് അങ്ങനെ. ഒരുപാട് ബൈക്ക് കച്ചവടക്കാരുണ്ട്. ഇതേമാതിരത്തെ ഒരു അയൽവാസി നിങ്ങൾക്ക് എവിടെയും കിട്ടുമോ? ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് ഇരുന്ന് കേൾക്കണം കേട്ടോ. 220 കോളേജിൽ പോകണമെങ്കിലും അതുപോലെ തന്നെ മറ്റാവശ്യങ്ങൾക്കും GT ആണ് മുന്നില്. പിന്നെ ഇന്റർസെപ്റ്റർ 2020 മോഡൽ RC 1,25,000 റുപ്യ വണ്ടി എടുത്തോല് മിനിമം. പിന്നെ ഒരു 2 വർഷം കൊണ്ട് ഓല കെയർ ഓഫിൽ 3 കച്ചവടങ്ങൾ നമുക്ക് കിട്ടണം. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് യെസ്, ഇത് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സുവർണാവസരമാണ്. ഇന്ന് കേരളത്തിൽ ഏറ്റവും വിലക്കുറവിൽ വണ്ടി കിട്ടുമെന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന ഒരു ഷോറൂമിലെ വീഡിയോ, അതും ഇന്ന് കത്താൻ പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു കിടിലൻ വീഡിയോ. ഒരു പഴയ ഷോറൂം പുതിയൊരു ഷോറൂമായി ഇനോഗ്രേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ആ ഒരു വീഡിയോ ആണ് നമ്മൾ നിങ്ങളെ മുന്നിൽ കാണിച്ചു വന്നത്. അവിടെ സൈഡാക്കി യെസ്, സൈൻ മോട്ടോന്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. ഇന്ന് നമ്മൾ കത്തിക്കും. പിന്നെ അല്ലാതെ ഫോളോവേഴ്സ് നിന്ന് കത്തും. കേരളത്തിൽ ഇത്ര ഓഫർ കൊടുക്കണം വേറെ ഏതെങ്കിലും യൂസർ ബൈക്കിന്റെ ഷോറൂം ഉണ്ട് നിങ്ങൾ കമന്റ് ചെയ്യും. അതാണ് വേണ്ടത്, ആ ഒരു പവർ വേണ്ടത്. അതുമല്ല നമ്മളടുത്ത് ഏതൊക്കെ ബെസ്റ്റ് പ്രൈസിലാണ് വണ്ടികളുള്ളത് പറഞ്ഞത്. ഏകദേശം ലോ ബഡ്ജറ്റ് മുതൽ എല്ലാ ബഡ്ജറ്റ് പ്രീമിയം വണ്ടി ആണെങ്കിലും മിഡിൽ ക്ലാസ് ആണെങ്കിലും എല്ലാതരം വണ്ടികളും ഉണ്ട്. ഓൾ കേരള ഡെലിവറി ആണ്, ഓൾ കേരള പർച്ചേസിംഗ് ആണ്, അതുപോലെ തന്നെ ഓൾ കേരള ഫൈനാൻസും ഇല്ലേ. ഓൾ കേരള ഫൈനാൻസും ഉണ്ട്. ഞാനൊരൊറ്റ ഹൈലൈറ്റ് കാര്യം ഞങ്ങളവിടെ വന്നപ്പോ തന്നെ മനസ്സിലാക്കി. എന്താ വെച്ചാല് ഇവരടുത്ത് ഇനി വണ്ടി എടുക്കാൻ വരുന്നവര് ഒരിക്കലും തിരിച്ചു പോകില്ല. അതെന്താ വെച്ചാല് അതിനുള്ള എല്ലാ സൗകര്യം ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാ സൗകര്യവും റെഡിയാണ്. നേരെ വന്നോളി എടുത്താൻ പോയിക്കോളൂ. വാ, ഷോറൂമിന്റെ ഉള്ളില് നമ്മളടുത്ത് ഒരുപാട് കളക്ഷൻ ഉണ്ട്. സ്കൂട്ടർ ആണെങ്കിലും ചാവി അറിഞ്ഞു അല്ലെ, സ്കൂട്ടർ ആണെങ്കിലും അതുപോലെ തന്നെ നിഞ്ച, അതുപോലെ തന്നെ പ്രീമിയം ബൈക്കുകളുടെ GT പോലത്തെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. സ്കൂട്ടർ ഇങ്ങനെ തുടങ്ങാണ്. ജസ്റ്റ് നമുക്ക് പറഞ്ഞു പോയാലോ ഉള്ളിലേക്ക്. ജസ്റ്റ് സ്കൂട്ടർ ഭാഗത്തേക്ക് വരാണ്. ഇവിടെ സ്കൂട്ടറിന്റെ കളക്ഷനുകൾ ഉണ്ട്. ഇനിയും ഒരുപാട് കളക്ഷനുകൾ വരാണ്ട്. ഈ ഷോറൂമിന്റെ പ്രത്യേകത പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല കേട്ടോ, ഉള്ളിൽ ഒരുപാട് വണ്ടികളാണ്. ചെറിയ കളക്ഷൻ അല്ല, ഒരു അടാറ് കളക്ഷൻ വണ്ടികൾ മാത്രമല്ല, നമ്മളെ ഗോഡൌണിൽ വേറെയും വണ്ടികളുണ്ട്. അപ്പൊ ഏത് വണ്ടി വേണമെങ്കിലും നമ്മളെ വിളിച്ചോളി. നമ്മളെ കയ്യിലില്ലാത്ത വണ്ടിയാണെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് ചെയ്യും. ഏതൊരു വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നതിനും അവന് ലോ ബഡ്ജറ്റിൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവനായിരിക്കും. അതുപോലെ തന്നെ സിംഗിൾ ഓണർ വണ്ടി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവനായിരിക്കും. അതുപോലെ തന്നെ വണ്ടി എന്ന് പറഞ്ഞാൽ പല ആളുകളുടെയും സ്വപ്നമാണ്. ആ സ്വപ്നം ഇന്ന് നമ്മൾ യാഥാർത്ഥ്യമാക്കും അല്ലെ. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാണ് നമ്മുടെ സൈൻ മോട്ടോ ഇനോഗ്രേഷൻ കഴിഞ്ഞിരിക്കുന്നത്. നമ്മളൊരു ഏകദേശം 3 വർഷം മുന്നേ നമ്മളൊരു യൂട്യൂബ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ യൂട്യൂബ് വീഡിയോന്റെ ഗ്രോത്ത് അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം. അത് അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു പ്രൈസ് എന്ന് പറഞ്ഞാലോ. ആക്സസ് അതുപോലെ തന്നെ എൻഡോർക്ക്, അതുപോലെ തന്നെ ആക്സസ് വീണ്ടും ആക്സസ്, ഇതുപോലെ വണ്ടികൾ വേറെ ജുപ്പിറ്റർ ഉള്ളിൽ കിടക്കുന്നുണ്ട്, ഡിയോ ഉണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞാലോ. ഓക്കെ, നമ്മൾ ആദ്യം 3 ആക്സസുകൾ നമ്മളെ കയ്യിലുണ്ട്. അതിലൊരു ആക്സസിന്റെ മാർക്കറ്റ് നമ്മൾ പൊട്ടിച്ചാണ് തരാൻ പോവാണ് നിങ്ങൾക്ക്. നമ്മളെ ഫോളോവേഴ്സിന്. കാരണം ആക്സസ് എന്ന് പറഞ്ഞ നാട്ടിൽ കിട്ടാല്ല, ഡിമാൻഡ് ഉള്ള ഒരു മുതലാണ്. അതിന്റെ ഒരു വണ്ടിന്റെ ഓഫർ നമ്മൾ പൊട്ടിച്ചാണ് കൊടുക്കുക. ബാക്കിയെല്ലാം ബെസ്റ്റ് പ്രൈസ് തന്നെ. ബെസ്റ്റ് പ്രൈസ്, കുഴപ്പമില്ലാത്ത പ്രൈസ് തന്നെ. ആ ആക്സസ് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനാണ് കൊടുക്കണേ. അതെ, അല്ല പിന്നെ കൊടുക്കുക. അത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഇത് തരാൻ പോണത്. അതുപോലെ തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നത്, നമ്മൾ കമന്റ് അടിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളതിന് മുന്നേ നമ്മൾ സൈൻ മോട്ടോന്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മളെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലോ തീർച്ചയായിട്ടും നിങ്ങളൊരു അഭിപ്രായം കമന്റ് അടി. കുറെ കാലങ്ങൾക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത്. ഞാൻ എൻ്റെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല എന്നുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് നാളത്തെ പരാതികളാണ്. ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോവാണ്, ഇനി ഞാൻ കുറച്ച് പണിയെടുക്കാൻ പോവാണ്. എന്തായാലും അപ്പൊ എന്താണ് 2019 മോഡൽ ആക്സസ് 2019 മോഡൽ ആക്സസ് നമ്മൾ ചോദിക്കുന്ന വില വെറും 55,000 റുപ്യ. 2019 മോഡല് വെറും 55,000 രൂപ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് 2018 മോഡല്. 2018 മോഡൽ നമ്മൾ ചോദിക്കുന്നത് 53,000 റുപ്യ. 53,000. ഇതുപോലെ തന്നെ ഒരു ആക്സസും കൂടി ഉണ്ട്. ഈ ആക്സസ് ആണ് നമ്മൾ ഓഫറിൽ കൊടുക്കാൻ പോണത്. 2020 മോഡല് സിംഗിൾ ഓണർ വണ്ടി എത്ര കൊടുക്കുക നിങ്ങൾ പറയും? 2020 ആണെങ്കിൽ അതിൽ വില ഉണ്ടാവില്ല എന്തായാലും. ആ വിലക്ക് തന്നെ കൊടുക്കുക. അതായത് 55,000 റുപ്യക്ക് 2020 മോഡൽ സിംഗിൾ ഓണർ ആക്സസ്. 2020 മോഡൽ സിംഗിൾ ഓണർ ആക്സസ് 55,000 രൂപ പറഞ്ഞേ. അതെ, 55,000 രൂപയ്ക്ക് വേറെ എവിടെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് ഇടി. അത്ര വേറെ ഇത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ്. എൻഡോർക്കിന്റെ പ്രൈസ് നമ്മൾ പറഞ്ഞിട്ടില്ല, അത് സ്പെഷ്യൽ പ്രൈസ് അല്ലേ. നമുക്ക് നോക്കി ലാസ്റ്റ് പറഞ്ഞു. എൻഡോർക്കിന്റെ പ്രൈസ് ഈ വീഡിയോയിലൂടെ തന്നെ നമ്മൾ പറഞ്ഞുതരാം. അപ്പൊ അതിന് മുന്നേ തന്നെ ഉള്ളിലും കുറച്ച് വണ്ടികളുണ്ട്. അവിടേക്ക് പോകുന്നതിന് മുന്നേ
നമുക്ക് ഉള്ളിലേക്ക് പോയാലോ? ഇവിടെ കുറച്ച് ഒരു നോർമൽ ബഡ്ജറ്റ് വണ്ടികളൊക്കെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ പ്രൈസ് ആണ് ഈ ഒരു NS എന്ന് പറഞ്ഞാൽ. അതുപോലെ NS ഒരൊറ്റ ഹൈലൈറ്റ്, ഇത് പറയല്ലേ റേറ്റ്, ഇത് ഒരു സർപ്രൈസ് ആണ് അല്ലേ. അതായത് NS കേരളത്തിൽ ഏറ്റവും കൂടുതൽ 160 NS വിറ്റൊരു ഷോറൂം എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത് അത് സെയിൻ മോട്ടോ തന്നെ ഉള്ളൂ. നമുക്ക് ഒരു മാസം 15 NS 160 മിനിമം സെയിൽ ഉണ്ട്. അതായത് ഒരു മാസം 15 NS 160 ആണ് പറഞ്ഞത്. മറ്റുള്ള ബൈക്കുകൾ പല സ്ഥലത്തും പല ഷോറൂമുകളിലും പോയിട്ടുണ്ടാവും. പക്ഷേ NS 160ന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉണ്ടാക്കി തന്നെ ചിലപ്പോൾ അനിശ്ചിതമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 200 പല ഷോറൂമിൽ കളക്ഷൻ ആയിട്ടുണ്ടാവും. പക്ഷേ NS 160 പൊതുവെ ആർക്കും വേണ്ട എന്നുള്ള രീതിയിൽ എല്ലാവരും ഒഴിവാക്കുന്ന വണ്ടിയായിരുന്നു പണ്ട്. പക്ഷേ അനിശ്ചിത ആ ഒരു ട്രെൻഡ് അങ്ങോട്ട് മാറ്റി, നേരെ 160 കുറെ വണ്ടികൾ ട്രെൻഡാക്കി കൊടുത്തു അല്ലേ. അതെനിക്ക് ഓർമ്മയുണ്ട്, ഒരുപാട് പിള്ളേര് 160 ചോദിക്കുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതും അനിശ്ചിതനായിരിക്കും. ഓക്കെ, നമ്മൾ അതുപോലെ തന്നെ GT വരുന്നുണ്ട്, അതുപോലെ തന്നെ ഉള്ളിൽ Z900 വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡ്യൂക്കിന്റെ കളക്ഷനുകളുണ്ട്. എല്ലാം നമുക്ക് പറയാം, നമുക്ക് എനിക്കിങ്ങനെ കോരി തരികയാണ് ഇതിന്റെ ഉള്ളിലുള്ള വണ്ടികൾ കണ്ടിട്ട്. നമ്മളെ വണ്ടി ഭ്രാന്തന്മാരായിട്ടുള്ള നമ്മളെ സബ്സ്ക്രൈബേഴ്സ്, യെസ്, ഇത് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സുവർണാവസരമാണ്. അതുമല്ല, ഇനോഗ്രേഷൻ ഭാഗമായിട്ട് എല്ലാ വണ്ടികൾക്കും ബെസ്റ്റ് പ്രൈസ്, അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു ക്വാളിറ്റി. അതും ഗ്യാരണ്ടിയോടെ. നമുക്ക് ഗ്യാരണ്ടിന്റെ കാര്യം ഒന്ന് കറക്റ്റ് പറയാം. നമ്മളെ കയ്യിലുള്ള വണ്ടികൾ കസ്റ്റമർക്ക് ധൈര്യമായിട്ട് എടുക്കാം. യെസ്, കാരണം നമ്മൾ ഇങ്ങനെ സ്ഥാപനം വെച്ചിട്ട് ഉടായ്പ പരിപാടി കാര്യങ്ങൾ ഉണ്ടാവും. അത് എന്റെ വളർച്ചയിലെല്ലാം നമുക്ക് മനസ്സിലായി. 2020 നമ്മളൊരു യൂട്യൂബിന്റെ ഒരു വീഡിയോ തുടങ്ങി. അതിന് മുടിയൊക്കെ എത്രത്തോളം ഉണ്ട്. ഞാൻ അന്നൊരു യൂട്യൂബ് കരിയർ തുടങ്ങി വരുന്ന ഒരു സമയം കൂടി ആയിരുന്നു. ആ സമയത്ത് അൻഷിദിന്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്കും വലിയൊരു ഹൈപ്പ് കിട്ടിയാണ്. അതുപോലെ തന്നെ അൻഷിദിനാണെങ്കിൽ അത് വേറെ ലെവലിലേക്ക് ചിന്തിക്കാൻ, അത് വെറും 2-3-4 വണ്ടിയിൽ മാത്രം തുടങ്ങിയിരുന്ന അൻഷിദ് ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു ഷോറൂമിൽ ഇത്രയും വലിയ കളക്ഷനാണ്. ഞാൻ ഇതുപോലെ മറ്റൊരാൾ മാത്രമേ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുള്ളൂ. നമ്മളെ അൻഫൽ സഫാരി, നമ്മളൊക്കെ സുഹൃത്തായിട്ടുള്ള അൻഫൽ സഫാരിനെ പോലെ തന്നെ ആ ഒരു ലെവലിലേക്ക് പിച്ച വെച്ച് അല്ലേ സെറ്റാക്കി കൊണ്ടുവരാണ്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ലെവലിലേക്ക് എത്തപ്പെടാൻ. അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. നമ്മളെ വണ്ടികളുടെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അല്ലേ. ഓക്കെ, നമ്മളെ ഏതാണ് നമ്മൾ ഉള്ളിൽ ഇങ്ങനെ എക്സ്പൾസ് തുടങ്ങാം. യെസ്, എക്സ്പൾസ് ആണെങ്കിൽ റാലിയാണ് ഫസ്റ്റ് കാണുന്നത്. ഫസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന റാലി ടയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക വണ്ടി, കസ്റ്റമർക്ക് കൊണ്ടുപോയിട്ട് ₹1 വർക്ക് വണ്ടി ഉണ്ടാവും. അതാണ് നമ്മളെ ഹൈലൈറ്റ്. നമ്മളെ കയ്യിൽ നിന്ന് വണ്ടി എടുത്തോല് മിനിമം പിന്നെ ഒരു 2 വർഷം കൊണ്ട് ഓല കെയർ ഓഫിൽ 3 കച്ചവടങ്ങൾ നമുക്ക് കിട്ടണം. അതാണ് നമ്മുടെ ടാർഗറ്റ്. ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് ബുദ്ധിമുട്ട് എന്ന് പറയാറുണ്ട്. ആ ഫസ്റ്റത്തെ സ്റ്റെപ്പ് സുഖകരമാക്കാൻ വേണ്ടിട്ട് ഓന് ആദ്യത്തെ കസ്റ്റമർ തന്നെ നല്ല രീതിയിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ 2ാമത് 3ാമത് വരുന്ന കസ്റ്റമർ അത് കൊണ്ടുവരും. നമ്മളിന്ന് വണ്ടി എടുത്ത കസ്റ്റമർ താഴെ ഒന്ന് കമന്റ് ഇട്ടിട്ട് നമ്മൾ വണ്ടിന്റെ അഭിപ്രായം എന്താ. ഒന്ന് വേണം, നമ്മൾ ഉദ്ഘാടനം കഴിഞ്ഞ് ഫസ്റ്റ് ഡെലിവറി 2021 ഞാൻ വണ്ടി വിറ്റ ഒരാളാണ്. അയാളിന്റെ കയ്യിൽ നിന്ന് ഈ ഷോപ്പിൽ നിന്ന് ഒരു വണ്ടിയും കൂടി എടുത്തപ്പോൾ മൊത്തം 5ാമത്തെ വണ്ടിയാണ് അവരെ കെയർ ഓഫ് കച്ചവടം. ഫസ്റ്റ് വണ്ടി അവരെടുത്തത്. നമുക്ക് ആ ബിസിനസ് ആണ് ലാഭം. എന്നുവെച്ചാൽ ഒരു വണ്ടി മാത്രം കച്ചവടം ചെയ്തിട്ട് കാര്യമില്ല, ഓലെ കെയർ ഓഫിൽ പിന്നെയും കച്ചവടം വരണം. അതാണ് നമ്മളെ ബെനിഫിറ്റ്. അപ്പൊ അങ്ങനത്തെ കൊടുക്കാൻ പറ്റിയ ഹൈ ക്വാളിറ്റി വണ്ടികൾ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ. എങ്ങനെയാണ് ഈ വണ്ടിയുടെ റാലി? നമുക്ക് ₹1,30,000 കൊടുക്കാം. ₹1,30,000 റാലിയാണ് കൊടുക്കുന്നത്. എക്സ്ട്രാ ഫിറ്റിംഗ്സ്, 1,28,000 പൈസ പിന്നെയും പറയുന്നുണ്ടോ? ₹1,28,000. ഇനി സ്പൾബറിന്റെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ എന്തായാലും അതിലൊരു നെഗോഷ്യബിൾ ഉണ്ടാവും. അതാണ് ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് വീണ്ടും ഒരു എക്സ്പൾസ് ആണ് വരുന്നത്. 2022 മോഡൽ ഹൈ ക്വാളിറ്റി വണ്ടി, ഹൈ ക്വാളിറ്റി മിന്റ് അടിപൊളി വണ്ടി. കസ്റ്റമർക്ക് ഒരു പണി ഉണ്ടാവില്ല, ഗ്യാരണ്ടി. ഈ വണ്ടി നമുക്ക് ₹1,18,000 ₹1,18,000 കൊടുക്കാന്ന് പറഞ്ഞത്. ഫൈനാൻസ് കാര്യങ്ങളാണ് എക്സ്പൾസിന് എങ്ങനെയാണ് വരുന്നത്? ഏകദേശം ഒരു ₹20,000 ഡൗൺ പേയ്മെന്റ് നമുക്ക് കൊടുക്കാം. ഓൾ കേരള നമുക്ക് ചെയ്യാൻ പറ്റും. ഡെലിവറി ആണെങ്കിൽ നമ്മൾ ഓടിച്ച് കൊണ്ടുപോകണം. നമുക്കറിയാം. ഞാൻ തന്നെ തിരുവനന്തപുരത്തേക്ക് ഒരു വീഡിയോ എടുക്കാൻ പോയപ്പോൾ അനിശ്ചിത് നമ്മളെ സെയിം ബോഗിൽ, ട്രെയിനിൽ സെയിം ബോഗിൽ ഒരു ദിവസം കയറി വന്നിട്ടുണ്ട്. എന്തിനാന്ന് പറയുമോ, വണ്ടി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ഷോറൂമിന്റെ മുതലാളി എന്ന് പറഞ്ഞിങ്ങനെ നടക്കുകയുള്ളൂ. ഇവന് ഒരു 5-6 സ്റ്റാഫ് ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല കൂടുതൽ പണിയെടുക്കുന്ന ആളും കൂടിയാണ് കേട്ടോ നമ്മളെ അനിശ്ചിത് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ ബോഗിയിൽ ഇങ്ങനെ പോകുന്നതിന്റെ സെയിം ടൈമിൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് കണ്ടിട്ടാണ്. അതായത് എന്നും തന്നെയാണ് പണി അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാം. വണ്ടികൾ പർച്ചേസ് ചെയ്യുക, കാരണം വണ്ടി പർച്ചേസ് ചെയ്യാൻ നമ്മൾ തന്നെ പോകണം. കാരണം കസ്റ്റമർക്ക് കൊടുക്കാനുള്ള വണ്ടിയാണ്. അത് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ A to Z ചെക്ക് ചെയ്തിട്ട് എടുക്കാം. ഇതിന് മെയിൻ ഹൈലൈറ്റ് സെയിൽസ് ചെയ്യാനും
വേറെ കാര്യങ്ങൾക്കൊന്നുമല്ല പണിയുള്ളത്. ഇത് വണ്ടി നോക്കി എടുക്കുക എന്നുള്ള സംഗതിയാണ്. ഓക്കെ, ഈ നല്ല വണ്ടി എടുത്ത് കൊടുത്തില്ലെങ്കിൽ പെരി പോയി കടന്നുറങ്ങാൻ പറ്റും. അതെ, അങ്ങനെ സംഗതി ഉണ്ട്. കണ്ടാ വലിയ ഇന്നാട്ടി പ്രായമുള്ള ആളെ തോന്നും, പക്ഷേ ഇന്റെ അടിപൊളി ആളാണ്. എനിക്ക് ഇവനെ ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം എന്താ വെച്ചാൽ ഇവന്റെ ക്യാരക്ടറും ഇവന്റെ ഈ കച്ചവടം, ഇവന്റെ കച്ചവട രീതി കണ്ടിട്ടാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വണ്ടിന്റെ കാര്യങ്ങൾ പറയാം. നമുക്ക് ഇനി കാര്യങ്ങൾ മാത്രം കൂടുതൽ പറയാം. ഓക്കെ, നെക്സ്റ്റ് വണ്ടിന്റെ കാര്യങ്ങളാണ്. ഇത് ഇങ്ങോട്ട് ഈ സൈഡിൽ നിന്നിട്ട് അങ്ങോട്ട് നോക്കി പറയാം. ഈ എക്സ്പൾസ് ഇത് നമുക്ക് 1,19,000 റുപ്യ കൊടുക്കാം. 1,18,000 റുപ്യ കൊടുക്കാം. 1,18,000 റുപ്യ കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന വണ്ടി ഇത് 2023 എക്സ്പൾസ് ആണ്. ഓക്കെ, നമുക്ക് ചോദിക്കുന്ന പ്രൈസ് 1,28,000 റുപ്യ. 1,28,000 റുപ്യ അല്ലേ? ഓക്കെ, എന്തായാലും സ്പെഷ്യൽ ആയത് നമ്മൾ പറയേണ്ടതിൽ ആ വണ്ടിന്റെ ഷോട്ട് കാണിച്ചോ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സിംഗിൾ ഷോട്ട് ആയിട്ട് കാണിച്ചോ. ഓക്കെ, നെക്സ്റ്റ് വരുന്ന നമ്മൾ ഈ വണ്ടി അടുത്ത് വന്നിട്ട് 2022 മോഡൽ എക്സ്പൾസ്. ഓക്കെ, അത് നമുക്ക് 1,18,000 കൊടുക്കാം. 1,18,000 കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഓഫർ ആട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ഇടാം അല്ലേ? അവിടെ നിന്ന് പറഞ്ഞാൽ അങ്ങനെ വില കുറവിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ട്. ചിലപ്പോൾ ചില ആൾക്കാർ വിളിച്ചിട്ട് പറയും അതിലേറെ മറ്റൊടുത്ത് വില കുറവുണ്ടല്ലോ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഇതേ ഓണർഷിപ്പില് ഇതേ കിലോമീറ്ററില് ഇത്രയും ക്വാളിറ്റിയില് എക്സ്പൾസ് പല റേറ്റിനും കിട്ടുന്നുണ്ട്. ഇപ്പൊ 4V ആണെങ്കിൽ 1,00,000 കിട്ടും. ക്രാങ്കിന്റെ സൗണ്ട് ഉണ്ടാവും, പിസ്റ്റന്റെ സൗണ്ട് ഉണ്ടാവും, ഷോക്ക് അബ്സർ കംപ്ലൈന്റ് നമ്മളൊക്കെ നോക്കിയിട്ട് എടുക്കുള്ളൂ. ഇവിടുത്തെ വണ്ടിക്ക് കൊണ്ടുപോയതിന് ശേഷം നിങ്ങൾക്ക് ഒരു പണി ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. അതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഈ എക്സ്പൾസ് ആണെങ്കിൽ അടുത്ത ഇത് 2022 മോഡലാണ്. ഈ വണ്ടി നമുക്ക് 1,15,000 റുപ്യ. 1,15,000. എല്ലാ വണ്ടികൾക്കും വേണ്ടി വെയിറ്റ് ചെയ്യാണ്. MT ഉണ്ട്, FZ ഉണ്ട്, എല്ലാ കളക്ഷനും ബെല്ലി അടക്കമുള്ള ഒരുപാട് കളക്ഷൻ ഇതിനുള്ളിലുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഓരോ മൂലയിലും പല വണ്ടികളും V3, V4, എല്ലാ ഐറ്റംസും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് വന്നിട്ട് 2020 മോഡൽ എക്സ്പൾസ്. യെസ്, എത്ര? ഒരു 89 റുപ്യ കൊടുക്കും. 89 റുപ്യക്ക് എന്തുകൊണ്ട് ഇങ്ങനെ കൊടുക്കണേ അത് പറയാം. കസ്റ്റമർ ഹാപ്പിയാണ്. വേറെ സംഗതി ഉണ്ട്. 2020 ഞാൻ കച്ചവടം തുടങ്ങിയത്. നിങ്ങളെ വീഡിയോ കണ്ടിട്ട് അത്യാവശ്യം വണ്ടി നമ്മൾ സെയിലായി, നമ്മളെ ഷോപ്പും കാര്യങ്ങളൊക്കെ മാറി. പിന്നെ നമ്മൾ ആകെ ഒരു ഓഫറാണ് കൊടുക്കുക. കാരണം കസ്റ്റമർ ഇവരൊക്കെ കാരണമാണ് നമ്മൾ ഈ നിലയിലെത്തിയത്. പിന്നെ ഈ കടന്റെ ഫസ്റ്റ് വരുന്ന എല്ലാ വണ്ടികളും ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്താ മാർക്കറ്റ് പൊട്ടിച്ചാണ് തരാൻ കരുതിയതാണ്. അടുത്ത് വരുന്ന സ്റ്റോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഫുള്ള് ചെറിയ മാർജിൻ ഇട്ടാണ്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ സുവർണാവസരമാണ്. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തോളി, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ഇട്ട് ലൈക്ക് അടിച്ചോളി. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഈ എക്സ്പൾസ് 2021 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന എക്സ്പൾസ്. ഈ വണ്ടികളൊക്കെ സിംഗിൾ ഓണർഷിപ്പ് ആട്ടോ. എക്സ്പൾസ് അധിക വണ്ടി, ആ വണ്ടി മാത്രം സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ളൂ. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, ഇത് നമുക്ക് 2021 വണ്ടിയാണ്. 99,000 റുപ്യ കൊടുക്കാം. നമുക്ക് നെക്സ്റ്റ് റെഡ് കളർ 2020 മോഡൽ എക്സ്പൾസ് ആണ്. എത്ര? ഇത് നമുക്ക് 95 റുപ്യ. കാരണം കുറച്ച് എക്സ്പെൻസ് കൂട്ടിയെടുത്ത വണ്ടിയാണ്. വണ്ടിന്റെ ക്വാളിറ്റി ഈ വണ്ടിന്റെ ക്വാളിറ്റി കണ്ടിട്ട് ആ കസ്റ്റമർ നമുക്ക് ആ റേറ്റിന് കിട്ടി. അതുകൊണ്ട് ഇത് കുറച്ച് കൂട്ടിയെടുത്തതാണ്. അതുകൊണ്ട് 95,000 റുപ്യ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വരുന്ന 2022 രജിസ്ട്രേഷൻ വണ്ടി. ഓക്കെ, 1,02,000 റുപ്യ കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന 2020 മോഡൽ എക്സ്പൾസ് 90,000 റുപ്യ കൊടുക്കാം. സീറ്റ് ഒക്കെ കസ്റ്റം ചെയ്തിട്ടുണ്ട്. അടിപൊളി. ഈ എക്സ്പൾസിന്റെ സീറ്റ് ഇപ്പൊ ഏതെങ്കിലും കസ്റ്റമർ വണ്ടി എടുക്കുകയാണെങ്കിൽ ഈ സീറ്റ് വേണമെങ്കിൽ അങ്ങോട്ട് വെച്ചുതരാം. ലൈറ്റ് ബ്രേക്ക് അഭിപ്രായങ്ങൾ അങ്ങോട്ട് എന്തെങ്കിലും ചേഞ്ച് ചെയ്ത് നമുക്ക് നെക്സ്റ്റ് വരുന്നത് RC നമുക്ക് ഓഫറിൽ കൊടുക്കേണ്ടി വരുമല്ലോ. നമ്മുടെ പ്രേക്ഷകർക്ക് ഓഫറിൽ കൊടുക്കേണ്ടി വരും. ഞാൻ കയറിയിരുന്നാലോ ആദ്യം. പിന്നെന്താ RC എന്ന് പറഞ്ഞാല് പണ്ടേ അല്ലേ KTM ഒരു അടിപൊളി തന്നെയാണ്. ഈ RC ഒക്കെ ഞാനൊക്കെ +2 പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡ്രീം വണ്ടിയിലും എണ്ണല്ലേടാ സ്റ്റാൻഡേർഡ് ഇല്ല. ഓക്കെ, കിടിലൻ. എങ്ങനെയാണ് RCന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ? 2020 മോഡൽ RC 1,25,000 റുപ്യ. എങ്ങനെ? 2020 മോഡൽ RC 1,25,000. ഫൈനാൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിലോ ഇതൊക്കെ ചെറിയ പൈസക്കാർ 20 റുപ്യ 25 റുപ്യ വണ്ടി ഇറങ്ങി പോകും. അത്രേ ഉള്ളൂ. അതാണ് സെയിം മോട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു RC കൂടി വരുന്നുണ്ട്. ഇത് പൊട്ടിച്ചു കൊടുക്കാം. 2017 മോഡൽ RC ആട്ടോ. 2017 മോഡൽ RC 1,18,000 റുപ്യക്ക്. 1,18,000 റുപ്യക്കോ? ഈ RC എന്ന് പറഞ്ഞ ഈ മോഡൽ RC ഇപ്പൊ കിട്ടാനില്ല. ഇപ്പൊ ഇറങ്ങണ വണ്ടി ഒരു മനസ്സിലാവും. പുതിയ മോഡൽ RC-നേക്കാൾ ഒന്നുകൂടി ലുക്കും കാര്യങ്ങളും ഫാൻസും ഉള്ള വണ്ടി. ഈ വണ്ടി കിട്ടാനില്ല. അത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കിട്ടാനില്ല. ഇപ്പൊ ഈ 2020 RC എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയ ചേഞ്ച് ചെയ്താണ്. എല്ലാം സെറ്റ്. നമ്മളിവിടെ ഉള്ള അധിക വണ്ടികൾ ഓയിൽ മാറ്റാനായ വണ്ടികൾ നമ്മൾ ഓയിൽ മാറ്റിയിട്ടാണ് ഇതിനുള്ളിൽ കയറ്റല്. കാരണം ഒരാൾ സർവീസും കാര്യങ്ങളും നോക്കിയെടുത്താൽ തന്നെ നമുക്കൊരു സ്റ്റാഫ് ഉണ്ട്. ഇതാ 2017 മോഡൽ RC 200 1,18,000 റുപ്യക്കാണ് കൊടുക്കാൻ. ഇത് സ്റ്റാൻഡേർഡ് RC പണ്ടേ സെറ്റാണ്.
ഒക്കെ സെറ്റാണ് കേട്ടോ. വണ്ടി ഫുൾ സെറ്റാ. കുറച്ച് ലൈറ്റ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് വണ്ടിമേ. എന്തായാലും ഇതൊക്കെ ഓരോരുത്തരുടെ ഡ്രീം വണ്ടികളായിരുന്നു പണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ആഗ്രഹിച്ച് കൊതിച്ചെടുത്ത വണ്ടികളാണ് ഇപ്പോൾ ഈ യൂസർ ഇതിൽ നമ്മളെ മുന്നിലുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ഈ യൂസർ വണ്ടി എടുക്കുമ്പോൾ ഒരു ബെനിഫിറ്റ്, അത് റെഡി പൈസക്ക് എടുക്കുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് പ്രൈസിൽ 2 ലക്ഷം റുപ്യുള്ള വണ്ടിക്ക് പെട്ടെന്നൊരു 1,30,000 അല്ലെങ്കിൽ 1 ലക്ഷം ആ ലെവലൊക്കെ കിട്ടുമ്പോൾ അത് ഭയങ്കര ഒരു ലാഭമാണ്. ഏകദേശം പൗതി വയസ്സിൻ്റെ അടുത്തൊക്കെ ചിലപ്പോൾ ലാഭം ഉണ്ടാവും. ഒരു കാൽ പ്രൈസിൻ്റെ അടുത്ത് ലാഭം ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമ്മളത് പിന്നെ വെക്കുമ്പോൾ വല്ലാതെ നമുക്ക് നഷ്ടം വരില്ല. അങ്ങനെ ഒരു ബെനിഫിറ്റ്. പ്രവാസികൾക്കൊക്കെ ഏറ്റവും നല്ലത് യൂസർ വെഹിക്കിൾ എടുക്കണം. യൂസറിൽ തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത്, അതായത് 2020 മേലെ കുഴപ്പമില്ലാത്തൊരു മോഡൽ കുറഞ്ഞെടുക്കരുത്. പിന്നെ ഫുള്ള് കംപ്ലൈന്റ് കാര്യങ്ങൾ അല്ല, ആഗ്രഹങ്ങൾ അടക്കി പിടിക്കാൻ കഴിയാത്ത കുറച്ച് ആഗ്രഹം വണ്ടി വാങ്ങണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള പലിശക്ക് എടുക്കും ചെയ്യരുത്, അല്ലെങ്കിൽ ഫിനാൻസിന് എടുക്കും ചെയ്യരുത് എന്നുള്ള ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് പ്രൈസിലുള്ള ചെറു വണ്ടികളൊക്കെ അത് നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് 100 മെട്രോ തന്നെയാണ് രണ്ട് വണ്ടി നമ്മുടെ കയ്യിലുണ്ട്. രണ്ടും 2023 ഈ ഒരു വണ്ടി നമുക്ക് പാർക്കിംഗ് സെയിൽ വന്നതാണ്. ഈ നമ്മളൊരു വീഡിയോ ഉണ്ട്, നമ്മളെ സുഹൃത്തിന്റെ വണ്ടിയാണ്. ഈ വണ്ടിക്ക് അവർ 1,50,000 റുപ്യ ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഒരു വണ്ടി ഇവിടെ ഉണ്ട്, 2023 വണ്ടി, ചെയിൻ പോക്കറ്റ് പുതിയത് വണ്ടി, പക്ക ക്വാളിറ്റി വണ്ടി. ഈ വണ്ടി നമ്മളൊരു ഓഫറിൽ കൊടുക്കാം, 1,40,000 റുപ്യ. 1,40,000 റുപ്യ കൊടുക്കാം. കാരണം ഇതിന്റെ മുതലാണ്, എനിക്ക് ഇഷ്ടമുള്ള വിലക്ക് കൊടുക്കാം. എനിക്ക് ഇത് വേറെ പോർണർമാരും ഫണ്ടർമാരും ഒന്നുമില്ല. എനിക്ക് ഇതിന് 2,000-3,000 ലാഭം കിട്ടിയ ഇന്റെ വേറെ ആളെ വണ്ടിയാണ്, ഇത്ര കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഓണറായിട്ട് നേരെ നമ്പർ നമ്മൾ തരും, നിങ്ങൾ ഡയറക്റ്റ് കച്ചവടം ചെയ്തോളി. നമുക്ക് ഇവിടെ പാർക്കിംഗ് സെയിൽ വണ്ടി, പാർക്കിംഗ് സെയിൽ വണ്ടിക്ക് ഡയറക്റ്റ് ആളെ നമ്പർ തരും, കസ്റ്റമർക്ക് ഡയറക്റ്റ് ഡീലാക്കാം. നമുക്ക് ഇവിടെ ജാബിന്റെ ഒരുപാട് കളക്ഷൻ, റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ്, അതുപോലെ തന്നെ 100 അങ്ങനത്തെ ഒരു കളക്ഷൻ, അതുപോലെ ബാക്കിൽ B3 V4 ഒക്കെ ഉണ്ട്. നമുക്ക് അവിടുന്ന് വരണോ അതോ ബുള്ളറ്റ് ഇങ്ങനെയുള്ള എഫ്സെറ്റുകൾ ഇങ്ങോട്ട് പോകണോ? നമുക്ക് കുറച്ച് പ്രീമിയം വണ്ടികൾ നോക്കിയാലോ? ഓക്കെ, പ്രീമിയം വണ്ടികളിൽ വരാം. അതെ, നമ്മളെ വില നോക്കട്ടെ കേട്ടോ, പെട്ടെന്ന് വില നോക്കി തുറക്കല്ലേ, ഇങ്ങോട്ട് പോര്. സംഭവം എന്താ വെച്ചാല് പുതിയ ഷോറൂമിന്റെ പുതിയ കളക്ഷൻ ആണ്. അപ്പോൾ അതിൻ്റെതായ റേറ്റിലും കാര്യങ്ങളൊക്കെ ഓനെ മൈൻഡിൽ നിന്ന് പെട്ടെന്ന് പോകുന്നുണ്ട്. അപ്പോൾ ദിമക്ക് വരാൻ പറഞ്ഞപ്പോൾ നേരത്തെ വില കറക്റ്റ് കൺഫേം ആക്കട്ടെ കേട്ടോ എന്ന് പറഞ്ഞത്. ഓക്കെ, ഫസ്റ്റ് നോക്കണ്ടോ? സാധനം എൻ്റെ ഇല്ലേ? സാധനം അവിടെ ഉണ്ട്, ഒരുപാട് വണ്ടി ഉണ്ടായിരുന്നു. വില അങ്ങോട്ടോട്ട് മാറി കഴിഞ്ഞാല് വില മാറൂല, വില ഒരിക്കലും മാറൂല. വിൽക്കാൻ നേരത്തെ ഒരിക്കലും വില മാറൂല. ഓക്കെ, തെറ്റാണോ? തെറ്റാണ്, ഇതാ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് വരുന്ന ഈ GT ഞാനൊന്ന് വണ്ടി മേലെ കയറിയിട്ട് അത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ തന്നെ ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ. GT എന്ന് പറഞ്ഞാൽ ഇപ്പൊ ട്രെൻഡിങ്ങിലാണ്. അതായത് ഒരാളിപ്പോ ഒരു പ്രീമിയം വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവര് ഏറ്റവും കൂടുതൽ എൻക്വയറി ചെയ്യുന്ന, അതായത് ഇപ്പൊ ചെക്കന്മാർക്ക് കോളേജ് പോകണമെങ്കിലും അതുപോലെ തന്നെ മറ്റാവശ്യങ്ങൾക്കും GT ആണ് മുന്നിൽ. പിന്നെ ഇന്റർസെപ്റ്റർ, ഈ ഒരു ടൈപ്പിലുള്ള വണ്ടിയാണ് എല്ലാവർക്കും ഇഷ്ടം. ഈ വണ്ടി കേരളത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ വണ്ടി കച്ചവടക്കാർക്ക് ഈ സാധനം കിട്ടാതായി. അതായത് എന്തുകൊണ്ട് ഇത് എല്ലാവരും, അതും നല്ല മാർക്കറ്റാ, വാങ്ങിയതിനേക്കാൾ വില കൂടുതൽ വിൽക്കുന്ന ആളുകളുണ്ട്. വണ്ടിക്ക് GT-ക്കൊക്കെ GST കൂടിയപ്പോ വണ്ടി വില കൂടി. GT എങ്ങനെയാണ് നമ്മളെ GT-ന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 2020 മോഡൽ വണ്ടിയാണ്, 2,60,000 റുപ്യ കൊടുക്കാം. 2,60,000 രൂപക്ക് GT നമുക്ക് കൊണ്ടുപോകാം അല്ലേ? വേറെ 16 മുതലുകൾ അപ്പുറത്തുണ്ടാവും. കവാസാക്കിയുടെ Z900. അതെ, ഈ ഒരു വണ്ടി Z900 ആണെങ്കിൽ എങ്ങനെയാണ് ചോദിക്കുന്നത്? 2018 മോഡല്. 2018 മോഡൽ. സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. ഇതിന്റെ ഒരു കിളി കത്തുന്ന ഒരു സൗണ്ട് നമുക്ക് ഇവിടെ കേൾക്കാം. GT-ന്റെ സൗണ്ടുകൾ കേട്ടിട്ടുണ്ടാവും. ഇനി Z900-ന്റെ സൗണ്ട് നമുക്കൊന്ന് കേട്ടോക്കാം അല്ലേ? അതെ. ഓ മൈ ഗോഡ്, പൊളി. ഓക്കെ, നമ്മള് Z900 എങ്ങനെയാണ് ഇതിന്റെ? 6,40,000 റുപ്യ. എന്ത് വർത്താനം, ഇതിനൊരു ഗമല്ലാത്ത വർത്താനം പറയണേ. ഒറ്റടിക്ക് 6,40,000. ഈ വിലക്ക് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടൂല. 6,40,000 റുപ്യക്ക് 2018 മോഡൽ കവാസാക്കി Z900. ഓക്കെ, ഇതിലിപ്പോ ZX10R ആ ടൈപ്പിലൊക്കെ വണ്ടികൾ വേറെ വരുന്നുണ്ടെങ്കിലും Z900-ന് ഒരു വേറെ ലെവൽ ഫാൻസ് തന്നെയാണ്. ഈ ഒരു വണ്ടിക്ക് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു കൊണ്ടുപോകുമ്പോ 4 ആൾ നോക്കും. 4 ആൾ നോക്കൂലേ? അതെ. എവിടെ പോകുമ്പോ? റോട്ടും കൂടെ പോകുമ്പോ 4 ആൾ നോക്കൂല. ഞാൻ ഓഫ് റോഡ് കേട്ട് ഞാൻ വണ്ടി കൊണ്ട് ഓഫ് റോഡ് മരിച്ചാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് KTM-ന്റെ 2021 മോഡല്
ഹൈ ക്വാളിറ്റി വണ്ടി, ഹൈ ക്വാളിറ്റി അല്ലേ? ചെയിൻ സ്പോക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയത് മാറിയത്. വണ്ടി പെർഫെക്റ്റ് വണ്ടിയാണ്. എഞ്ചിനിലൊന്നും നോയ്സോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ല അടിപൊളി വണ്ടിയാണെങ്കിൽ എങ്ങനെ ചോദിക്കുന്നത്? 1,30,000 റുപ്യക്ക്. 1,30,000 റുപ്യക്ക് ഫൈനാൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഇതിന് ഏകദേശം 1,45 മാർക്കറ്റിലെ വണ്ടിയാണ്. അങ്ങനെ വരുമ്പോൾ ഏകദേശം 30 റുപ്യാണ് ഡൗൺ പേയ്മെന്റ് വരുന്നത്. നമ്മൾ 1,30 ചോദിക്കുന്നുള്ളൂ. അപ്പൊ എന്തായാലും 20 റുപ്യന്റെ താഴെ ഉണ്ടെങ്കിൽ അത്യാവശ്യം സിബിലും കാര്യങ്ങളുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ ഒരു പച്ച കിളിക്കുഞ്ഞ് ഡ്യൂക്ക് മോഡിഫൈ ചെയ്ത വണ്ടിയാണ്. കുറച്ച് കസ്റ്റം ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് വരുന്നത്? 2022 മോഡലാണ്. 1,87,000 റുപ്യ കൊടുക്കും. 1,87,000 റുപ്യക്ക് അല്ലേ? അതെ. ഫൈനാൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 30 റുപ്യ ഉണ്ടെങ്കിൽ BMW GS. നമ്മളെ കയ്യിൽ ഇതിന് മുന്നേ വണ്ടി ഉണ്ടായിരുന്നു, അത് സെയിലായി. 310 അല്ലേ? 310 ആണ്. G310 ആണ്. 2018 മോഡൽ 19 രജിസ്ട്രേഷൻ വണ്ടി. സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു കൊടുത്താൽ 2018 മോഡല് 19 രജിസ്ട്രേഷൻ. അതെ, മതി. എന്താ അറിയോ, ഒരു ഹിമാലയന്റെ പ്രൈസിന് BMW വരികൊണ്ടോ. BMW എന്നുള്ളൊരു പേരും ആവും. അതെ, ആവും. ഈ വണ്ടി നമുക്ക് 1,80,000 റുപ്യ കൊടുക്കാം. ഫൈനാൻസ് കിട്ടില്ലേനും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡൊമിനാർ അല്ലേ, കാളക്കുറ്റന്മാരെ പോലെ തന്നെ ഡൊമിനോർ 2021 രജിസ്റ്റർ വണ്ടി നമുക്ക് 1,28,000 റുപ്യ കൊടുക്കും. 1,28,000 റുപ്യ ഫൈനാൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഫൈനാൻസ് ഒക്കെ ആണെങ്കിൽ ശരി 20 റുപ്യ. നെക്സ്റ്റ് വരുന്ന കിളിക്കുഞ്ഞ് നമ്മളൊരു ഗ്രീൻ വണ്ടി ഡൊമിനാർ 2021 മോഡലാണ്. പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ, ഞാൻ ഈ പറയുന്ന പ്രൈസിൽ കേരളത്തിൽ എവിടുന്ന് നിങ്ങൾക്ക് ഡൊമിനോർ 400 ഈ വിലക്ക് കിട്ടൂല. അത് ഉറപ്പാ? 1,30,000 റുപ്യ. 2000 ലോഡ് കണക്കിന് വണ്ടി ലോഡ് കണക്കിന് വണ്ടി. ഒറ്റ ഇതാരാ? അത് ഈരാറ്റുപേട്ടക്കാരാണ്. ഇത് നമുക്കുള്ള വണ്ടിയാ. കാണാം. ഓക്കെ, ലോഡ് കണക്കിന് വണ്ടി. അവിടുന്ന് വരുന്നേ ഈരാറ്റുപേട്ടെന്നോ? എന്താല്ലേ, പല സ്ഥലത്തുനിന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോകും, അവിടുന്ന് കേട്ട് വരും. ഞാൻ എറണാകുളത്ത് ഒരു ഷോപ്പ് തുടങ്ങിയാലോചിക്കാം. കാരണം നമ്മൾ എറണാകുളം ഏരിയയിൽ നിന്ന് ഒരുപാട് വണ്ടി എടുക്കുന്നുണ്ട്. അവിടുന്ന് ഒരുപാട് കസ്റ്റമർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതേമാതിരി തന്നെ കണ്ണൂർ കാസർഗോഡ് നിന്ന് നമ്മൾ വണ്ടി എടുക്കുന്നുണ്ട്. അവിടുന്ന് കസ്റ്റമർ വരുന്നുണ്ട്. എല്ലായിടത്തും കസ്റ്റമർ നമുക്ക് എല്ലായിടത്തും നമ്മൾ നല്ല ഓടിയാൽ മതി അല്ലേ? അതുപോലെ തന്നെ നിങ്ങൾക്കൊരു വണ്ടി സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ജില്ലക്കാരാട്ടെ സ്പോട്ടില് ഒരു ദിവസത്തിനുള്ളിൽ നമ്മളവിടെ ഒന്ന് വണ്ടി എടുക്കും. അത്രേ ഉള്ളൂ. വണ്ടിയുടെ വീഡിയോ കാര്യങ്ങളൊക്കെ കറക്റ്റ് കണ്ടീഷൻ പറയാം. വീഡിയോ കാര്യങ്ങൾ അയച്ചു തരാം. അതെ, കറക്റ്റ് വണ്ടിയുടെ കണ്ടീഷൻ പറഞ്ഞു തരാം. നമ്മൾ റേറ്റ് പറഞ്ഞു തരും. നേരെ വിളിച്ചോളൂ. അതേപോലെ തന്നെ ഇവിടുന്ന് വണ്ടി കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പം എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഫോട്ടോ വീഡിയോ ഒക്കെ അയച്ചിട്ട് ഇവിടുന്ന് കൺഫേം ചെയ്തിട്ട് മാത്രങ്ങൾ അവിടുന്ന് വണ്ടി കയറി വന്നാലും മതി അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും വാ നമുക്ക് പുറത്തേക്ക് നടക്കാം. നമ്മളെ ഗ്രീൻ കിളിക്കുഞ്ഞ് നമ്മളെ ഡൊമിനാറിന്റെ കാര്യം പറയുന്നതിന്റെ ഇടയിലാണ് നമ്മളെ കൊട്ടയിൽ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഡൊമിനാർ ആണെങ്കിൽ എങ്ങനെ പറയുന്നത്? ഡൊമിനാർ 2021 മോഡല് 1,30,000 റുപ്യ. 1,30,000 റുപ്യ ഓഫർ പ്രൈസ്. ഫൈനാൻസ് ആണ് 20,000 റുപ്യ. ഓക്കെ, MT. അതെ, യുവാക്കളുടെ ഹരമായി. അതിന് മുന്നേ നമ്മൾ ഡൊമിനാർ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു. ഓക്കെ, യെസ്, ഡൊമിനാറിന്റെ ഈ മുഴക്കമാണ്. അതാണ്. ഔ, എന്താ മുഴക്കം! പെട്ടെന്ന് ഓഫ് ചെയ്തോട്ടെ, എണ്ണ കമ്മിയുള്ളതാണോ തോന്നുന്നുണ്ട്. ഇതിൽ ഫ്യൂല് കുറവുണ്ട്, അതിന്റെ ഇത് കാണുന്നുണ്ട്. അത് എഴുതിയിട്ട് കാണിക്കുന്നുണ്ട്, മിസ്സിംഗ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നമ്മളെ യുവാക്കളുടെ ഹരമായിട്ടുള്ള MT ആണെങ്കിൽ എങ്ങനെ? 1 2 ഒന്നല്ല കേട്ടോ, 6 വണ്ടി നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, 6 വണ്ടിക്ക് ഒറ്റ റേറ്റ് അല്ലല്ലോ? അല്ല. ഓക്കെ, എങ്ങനെയാണ് റേറ്റ് വരുന്നത്? 2022 മോഡലാണ് ഈ രണ്ട് വണ്ടികളും. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 1,40,000 റുപ്യ കൊടുക്കാം. രണ്ടും 1,40,000 റുപ്യ. വെറും 1,40,000 റുപ്യ. 70,000 റുപ്യ വണ്ടിക്ക്. അങ്ങനല്ല, 1,40,000 വരി പോണ്ടി വരും. ഓക്കെ, 1,40,000 റുപ്യ ഫൈനാൻസ് കാര്യങ്ങളാണെങ്കിൽ എങ്ങനെ വരുന്നത്? ശരി, 20 റുപ്യന്റെ ഇറക്കാം. 20,000 റുപ്യന്റെ ഇറക്കാം. 1,000 റുപ്യ മാർക്കറ്റിലെ വണ്ടിയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് 2021 വണ്ടി 1,29,000 റുപ്യ കൊടുക്കാം. ഓക്കെ, 1,29,000 റുപ്യ. ഇതിന്റെ നമ്പർ വെയിറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. നമ്പർ വെയിറ്റ് ഒക്കെ ആണെങ്കിൽ ഫുൾ ക്ലിയർ ആക്കി സ്റ്റോക്ക് കയറി നമ്പർ വെയിറ്റ് ഒക്കെ സെറ്റ് ആക്കിയിട്ടല്ലോ എല്ലാം സെറ്റ് ആക്കിയിട്ട് തരുള്ളൂ. അതായത് ബാറ്ററി, ഓയിൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കിയിട്ട് നമ്മൾ കൊടുക്കുള്ളൂ. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇനി കൂട്ടണമെന്നുണ്ടെങ്കിൽ കസ്റ്റമർ പറഞ്ഞാൽ മതി. ഇവിടെ വണ്ടി എടുക്കുന്നതിന് മുന്നേ ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പോട്ടിൽ റെഡിയാക്കി തരും. ഓക്കെ, അതിനുള്ള മെക്കാനിക്കൽ സർവീസ് ഒക്കെ നമുക്ക് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കൊരു ബെനലി ആണല്ലോ ഈ കിടക്കുന്നത്. കുറച്ച് ബെനലിയൊക്കെ നമുക്ക് ഓഫറിൽ കൊടുക്കാം. ബെനലി ഓഫറിലാ? പിന്നെന്താ, ആ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു കൊടുത്താണ്. സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു കൊടുക്കാം. ആക്സിലേറ്റർ കൊടുക്കണ്ട. ഓക്കെ, ബെനലി
പെട്രോൾ കുറവായി കാലം. യെസ് ബെനലി. എല്ലാം മുതലുണ്ടല്ലോ എൻ്റെ അടുത്ത് അല്ലേ? ഇവിടെ ഇതിനുള്ളിൽ എല്ലാം ഉണ്ട്. എങ്ങനെയാണ് സ്റ്റാൻഡേർഡ്? ഞാൻ മറന്നു. ഓക്കെ ഓക്കെ നമ്മൾ എങ്ങനെയാണ് വരുന്നത്? 2017 മോഡലാണ്. ഓക്കെ നമുക്ക് പ്രൈസ് വെറും 75,000 റുപ്യ വരുന്നുള്ളൂ. 2017 മോഡല് വെറും 75,000 രൂപ അല്ലേ? ഒരു NS200 കായ്ക്ക് ബെനലി വരെ കൊണ്ടുപോകാം. ഓക്കെ, അങ്ങനത്തെ കച്ചവടങ്ങൾ ഇവിടെ ഉള്ളൂ. അങ്ങനത്തെ കച്ചവടം. ഓക്കെ, ബെനലി അങ്ങനെ ചവിട്ടി കത്തിയടാ കൊണ്ട് പോട്ടെ, എല്ലാരും ഉപയോഗിക്കട്ടെ. പ്രീമിയം വണ്ടി എല്ലാ മിഡിൽ ക്ലാസ്സും എല്ലാരും ഉപയോഗിക്കണം. അല്ലേ? അത്രേ ഉള്ളൂ. വീണ്ടും MT-കൾ 3 പീസ് ഉണ്ട്. നല്ല മൈലേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ MT ലെവൽ വണ്ടി മെയിൻ്റെനൻസ് ഒക്കെ കുറവേ കാരണം. നമുക്ക് ഇതെങ്ങനെയാണ്? ഇത് 2021 മോഡലാണ്. 1,23,000 റുപ്യ കൊടുക്കും. 1,23,000 റുപ്യക്ക് നമുക്ക് ഫൈനാൻസ് കാര്യങ്ങളാണെങ്കിലോ അതൊക്കെ ഒരു 15 റുപ്യ 20 റുപ്യ കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഒരു MT കൂടി വരുന്നുണ്ട്. ഇതാ 2021 വണ്ടി 1,25,2021. ഇവിടുന്ന് MT ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും നമ്മൾ അങ്ങോട്ട് മാറ്റി സെറ്റ് ആക്കി തരും. അതാണ് ഈ വൈറ്റ് വണ്ടി ഒരാൾക്ക് ഈ വണ്ടി ഓടിച്ചിട്ട് ഇഷ്ടപ്പെട്ടു, ബ്ലാക്ക് ആക്കണമെങ്കിൽ നമ്മൾ ബ്ലാക്ക് ആയി കൊടുക്കും, റെഡ് ആയി കൊടുക്കും, കസ്റ്റം ചെയ്ത് കൊടുക്കും. കസ്റ്റംസ് നമുക്ക് കസ്റ്റം പരിപാടി നമുക്ക് ഓൾറെഡി ഉണ്ട്. പേപ്പർ ആണെങ്കിലോ അപ്പൊ RC മാറ്റി കൊടുക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വരുന്നത് 2020 മോഡൽ MT ഓഫറാണ് കൊടുക്കാം. നമുക്ക് ഒരു വണ്ടി ഓഫർ എടുക്കട്ടെ. എത്ര? 1,09,000 റുപ്യക്ക്. 1,09,000 റുപ്യക്ക് 2020 മോഡൽ MT. അവനോട് അതിന്റെ മേലെ വില പറഞ്ഞില്ലേ? 1,15 അവനോട് വില പറഞ്ഞില്ലേ? അപ്പൊ 1,09 പറഞ്ഞപ്പോ നോക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് വേണ്ടിട്ടാണോ ഇത് തരുന്നത്? നമ്മളിതിന് മുന്നേ ഇവിടെ വീഡിയോ ചെയ്തപ്പോഴാണ് ഇപ്പം ഇതേപോലെ റേറ്റ് പൊട്ടിച്ചോ. വീഡിയോ പറയുമ്പോഴല്ലോ ഓഫർ ഇടാനാണ് കുറയപ്പോ. അല്ല, ഇത് ഇവിടെ കസ്റ്റമർ വന്നിട്ട് അടിയിട്ടാകരുതോ? ഇല്ലല്ല, അത് എന്തായാലും ഗ്യാരണ്ടി. അതായത് ഇവിടെ വന്നോളി, ഈ റേറ്റ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ റേറ്റ് നിങ്ങൾക്ക് തന്നിരിക്കും, സാധനം തരും. അതെ, ഞാൻ അതിലും വേണം ചില്ലറ കുറച്ചു വില ഏത് മാറി പറയാൻ. ഓക്കെ, മാറി പറയാന്നാ അവന് മനസ്സിൽ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇല്ലല്ല. ഓക്കെ, ഹിമാലയ. യെസ്, ഹിമാലയന്റെ കളക്ഷൻ 1 2 ഹിമാലയ കളക്ഷൻ വെക്കാൻ കിട്ടൂല, കാരണം ആ ജാതി വിലയാണ് കേരളത്തില്. ഇന്ന് നാട്ടില് ഹിമാലയ, ബുള്ളറ്റ് സ്റ്റാൻഡേർഡ്, ആക്സസ്, GT, ഇന്റർസെപ്റ്റർ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ 5 വണ്ടി. സ്കൂട്ടി ടൈപ്പിലാണെങ്കിൽ ആക്സസ് ആണ് ചെക്കന്മാർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം. പിന്നെ ഹിമാലയ ആണ് ഒരു ഓഫ് റോഡ് ടൈപ്പും ഒരു ടൂറിംഗ് ലെവൽ കാണുന്ന ഒരു നോർമൽ വണ്ടിയാണ് ഹിമാലയ. നോർമൽ അല്ല, ഒരു കിങ് വണ്ടി തന്നെയാണ് ഹിമാലയ. അതുപോലെ തന്നെ GT എന്ന് പറഞ്ഞാൽ പവറേജ് കോളേജ് പോകണമെങ്കിൽ കുട്ടികളെ കൊണ്ടുപോകണമെങ്കിൽ ചെക്കന്മാരൊക്കെ കറങ്ങാൻ പോകണമെന്നുണ്ടെങ്കിലും GT ആണ്. ആ എക്സോസ്റ്റ് റെഡ് റോസ്റ്ററിന്റെ എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പോകുന്നത് GT ആണ്. പിന്നെ ഏതാണ്ടിരുന്ന ലിസ്റ്റിലുള്ളത് സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു പ്രായമായ ആളുകളാണെങ്കിലും ഒരു നോർമൽ ചെക്കന്മാരാണെങ്കിലും ഏതൊരാൾക്കും ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയും കൂടിയാണ് സ്റ്റാൻഡേർഡ്. അങ്ങനെ പേരിനനുസരിച്ചുള്ള വണ്ടിയും കൂടിയാണ്. അത് എല്ലാവർക്കും സ്റ്റാൻഡേർഡ് ഇവിടെ വന്ന 3-4 ദിവസം റീസെയിൽ വാല്യൂ എപ്പോഴും ഉള്ളതും അതേപോലെ തന്നെ വാങ്ങാൻ ഡിമാൻഡ് വില കൂടിയാണ്. ഹിമാലയക്ക് സ്റ്റാൻഡേർഡിനൊക്കെ വില കൂടിയാണ്. ഓക്കെ, നമുക്ക് ഹിമാലയന്റെ റേറ്റ് 2020 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി 1,50,000 റുപ്യ. എന്താ വെച്ചാല് നല്ല വിലക്ക് എടുക്കണാണ്, കാരണം ഇതിന്റെ ഉള്ളിൽ ഹിമാലയ ഒരാൾ ചോദിച്ചു വരുമ്പോൾ നമുക്ക് കൊടുക്കണല്ലോ, അതുകൊണ്ടാണ് ഈ പ്രൈസ്. അതോടെ പ്രൈസ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഫൈനാൻസ് കാര്യങ്ങളാണെങ്കിൽ ഫൈനാൻസും കാര്യങ്ങളൊക്കെ 25 റുപ്യക്ക് ഇറക്കി കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഈ ഹിമാലയാണ് ബ്ലാക്ക് വില നമുക്ക് നോക്കണം. അതിന് മുന്നേ നമ്മൾ V-Strom പറഞ്ഞു. V-Strom ഉണ്ട്, ഒരു മിനിറ്റ്. V-Strom നോക്കണം. വണ്ടികൾ 2022 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് V-Strom ഹൈ ക്വാളിറ്റി വണ്ടി, ഹൈ ക്വാളിറ്റി മിന്റ് ക്വാളിറ്റി. അതെ, 1,58,000 റുപ്യ കൊടുക്കും. V-Strom നമ്മളെ നാട്ടിലാണ് കൂടുതൽ കളിക്കാത്തതുള്ളൂ. പുറത്തൊക്കെ അത്യാവശ്യം ഇതിന് ക്ലബ്ബ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അത്യാവശ്യം. പിന്നെ അതുമല്ല, എൻ്റെ ഒരു സുഹൃത്തിന്റെ സലാം പറയും, ഓൻ എപ്പോഴും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ വണ്ടിനെ പറ്റി അങ്ങനെ മഹിമ പറഞ്ഞിട്ട് തീരൂല ഓനെ. അപ്പോൾ ഓനിത് അത്രയും, ഓനൊരു വണ്ടി കച്ചവടക്കാരും കൂടി, ഓൻ അത്രയും ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിക്ക് അതിൻ്റെ ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ഈ വണ്ടിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇത് അത്യാവശ്യം ഹൈറ്റുള്ള ആൾക്കാർക്കാണ് ഒന്നുകൂടി യൂസ് ആകുക. അതായത് ഹൈറ്റ് കുറഞ്ഞ ആളുകൾക്ക് ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള വണ്ടിയാണ്, അത്യാവശ്യം ഹൈറ്റുള്ള വണ്ടി ആയതുകൊണ്ട്. പിന്നെ ബിൽഡ് ക്വാളിറ്റി അതുപോലെ തന്നെ പവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ ഫുള്ള് സെറ്റാണ് അല്ലേ? വണ്ടി സെറ്റാണ്. പിന്നെ ഓഫ് റോഡ് വണ്ടിയിലൊരു അലവിയിലില്ലാത്ത വണ്ടിയാണിത്. അല്ല സോറി, അലവിയിലുള്ള വണ്ടിയാണ്. അതായത് ഇല്ലിയാണ് ഓഫ് റോഡിന് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ ഇതിൽ അലവിയില കൊടുത്തത്. ഈ ഹിമാലയ നമ്മൾ പറഞ്ഞില്ല കേട്ടോ. ഹിമാലയ അപ്പോൾ തപ്പ് ചെയ്യേ, ഞാനിത് നോക്കിയെന്നോ വിചാരിച്ച്
ഓക്കെ 2022 മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വണ്ടി വന്ന് കയറിയതുള്ളൂ, സർവീസ് ചെയ്യാണ്ട്. വണ്ടി വന്നാണ്ട് ഇവിടെ കയറിയതാ? ഇന്നലെ രാത്രി എത്തി, ഇന്നലെ കൊടുന്ന വെച്ചാണ്. സർവീസും കാര്യങ്ങളൊക്കെ നമുക്ക് 2 ദിവസം കൊണ്ട് സെറ്റ് ആവും. 2,28,000 റുപ്യ. 2,28,000. ഹിമാലയ്ക്ക് കത്തി റേറ്റ് ആണ്. ഇതിന്റെ കാരണമല്ല, നാട്ടില് മാർക്കറ്റ് മൊത്തത്തിൽ കൂടുതലല്ലേ. നമ്മളവിടെ ലോ ബഡ്ജറ്റിലുള്ള വണ്ടികൾ മുന്നിലുണ്ട് കേട്ടോ. ഞാൻ അവിടേക്ക് വരാം. നമ്മൾ സെയിൻ മോട്ടോന്ന് നമ്മൾ ഇപ്പോ ഫൈനാൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ? ഇപ്പോ പല ആളുകൾക്കും ഫൈനാൻസ് കിട്ടാത്ത ആളുകളുണ്ട്, കിട്ടുന്ന ആളുകളുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് വാടക വീട്ടിൽ നിൽക്കുന്നവർക്ക് ഫൈനാൻസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമുണ്ട്. വാടക വീട്ടിൽ പൊതുവെ എല്ലാവരും വിചാരം ലോൺ കിട്ടൂല എന്നുള്ള സംഗതിയാണ്. എനിക്കും അറിയാം, ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചിട്ടുണ്ട്. ഞാനും 10-12 വർഷം വാടക വീട്ടിൽ താമസിച്ച ആൾ തന്നെ. അപ്പൊ എനിക്കും അറിയാം അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും. കാരണം ഞാനൊരു പുതിയ പൾസർ എടുക്കാൻ വേണ്ടി ഷോറൂം പോയി വണ്ടിയൊക്കെ നോക്കി ചെക്ക് ചെയ്ത് ഫിനാൻസിന് കൊടുത്തപ്പോൾ വാടക വീടാണ്, അതുകൊണ്ട് ലോണ് കിട്ടൂല പറഞ്ഞിട്ട് ഒഴിവാക്കി വിട്ട ഒരാളാണ്. സെക്കൻഡ് ഹാൻഡ് വണ്ടി പോയി എടുത്താണ്. അതുകൊണ്ട് നമ്മുടെ ഷോറൂമിൽ വാടക വീട്ടിലുള്ളവർക്കും ഫിനാൻസ് ആഗ്രഹമുള്ളവർക്ക് നമ്മളൊരു അവസരം ഉണ്ടായി കൊടുക്കുക. മലപ്പുറം ജില്ലയിലുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരാൾ റെഡി ഉണ്ട്, അയാൾ വാടക വീടാണ്, ലോൺ കൊടുക്കാന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അയാളെ വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബജാജ് കാർഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്മേൽ നമുക്ക് എന്ത് ചെയ്യാം, ലോൺ സെറ്റ് ആക്കി കൊടുക്കാം. ഫൈനാൻസിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ടീക്കാക്കി കൊടുക്കും. നമ്പർ കാര്യങ്ങൾ സെറ്റ് ആക്കി കൊടുത്ത് കസ്റ്റമർക്ക് ഡയറക്റ്റ് വഴി ഡീലാക്കി നമുക്ക് അതിൽ കമ്മീഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കസ്റ്റമറും ബാങ്കും ഡയറക്റ്റ് സെറ്റ് ആക്കിയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. അവിടെ ഉള്ളിലുണ്ട് കുറച്ച് വണ്ടി. അപ്പൊ നമുക്ക് ഇതിങ്ങനെ പെട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാം. ഓക്കെ, എത്ര ടൈമായി വീഡിയോ? 1/2 മണിക്കൂറായി. ഇപ്പേ നോക്ക്. 2020 മോഡൽ 42, 1,09,000 റുപ്യ. 2021 മോഡൽ ജാവ 42 പുതിയ മോഡലാണ്, 1,25,000 റുപ്യ. ഇതിനടുത്ത് ഒരു വെറൈറ്റി ആയിട്ടോ സംഭവം. ഇതിന് ക്രാഷ് കാർഡ്, ഞാനിത് ഇങ്ങനത്തെ ക്രാഷ് കാർഡ് ഞാൻ കണ്ടില്ല. ഇതൊരു വെറൈറ്റി ആയി. ഒരു 4 കോല് 2 സൈഡ് നീട്ടിട്ട് 8 കോല് 8 കാലി പോലെ. ഓക്കെ, അടുത്ത ഇത് 2020 ജാവയാണ്. ഒന്ന് നോക്കണം, പറഞ്ഞുതരാം. പ്രൈസ് നോക്കണം, നോക്കിട്ട് അപ്പൊ ചോദിക്കാം ഈ വണ്ടിന്റെ പ്രൈസ് ഒന്ന് നോക്കിട്ട് പറഞ്ഞു കൊടുക്കട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് അടുത്ത് 2017 മോഡൽ ക്ലാസിക് റെഡ് കളർ പക്ക ക്വാളിറ്റി വണ്ടി. ടയർ കാര്യങ്ങളൊക്കെ 7,000 റുപ്യ കൊടുക്കാം. എത്ര? 97,000 റുപ്യക്ക്. 97,000 റുപ്യ കൊടുക്കാം. സ്റ്റോക്ക് വണ്ടി കേട്ടോ. ഓക്കെ, സ്റ്റോക്ക് വണ്ടി. നിങ്ങൾക്ക് പ്രവാസികളൊക്കെ ഒരുപാട് എൻക്വയറി ചെയ്യുന്ന വണ്ടിയാണ്. സെറ്റാ. എനിക്കിങ്ങനെ ഹോൺ അടിച്ച് നോക്കും. ചില വണ്ടികളെ സ്റ്റാർട്ടാക്കുമ്പോൾ ഹോൺ അടിച്ച് നോക്കാനായിട്ട് തോന്നും. ഓക്കെ, അതുപോലെ അവിടെ പോയി അടുത്ത വണ്ടി പറയണം. പെട്ടെന്ന് 35 മിനിറ്റ് കഴിഞ്ഞ് നമ്മളെ വീഡിയോ ഇങ്ങനെ ലെങ്ത് ആയി കഴിഞ്ഞാൽ 2021 മോഡൽ സിംഗിൾ ഓണർ സ്റ്റാൻഡേർഡ് 1,37,000 റുപ്യ. യെസ്, ഇത് നാളെ അവിടെ കാണൂല. അമ്മാര് എൻക്വയറിയാണ്. ചാൻസ് ഇല്ല, ഉറപ്പില്ല. ബുള്ളറ്റിന്റെ കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല. ഇതൊക്കെ ഞാനൊരു കാര്യം പറഞ്ഞേ, 2 ദിവസം വെച്ച് കട അടച്ചിട്ടാളെ എന്റെ വീഡിയോ വന്നിട്ട് കട തുറന്നാൽ മതി. പണ്ട് നമ്മള് വീഡിയോ ചെയ്തിട്ട് നമ്മളെ കട അടച്ചിട്ട് പോയതാണ്, എനിക്ക് ഓർമ്മയുണ്ട്. ഒരു വീഡിയോ ചെയ്തിട്ട് കട അടച്ചിട്ടു. കാരണം എന്താ, വണ്ടിയിൽ കൊടുക്കാൻ അത്രയും എൻക്വയറി ആളുകൾ വന്നൂല്ലേ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ജില്ലയിലുള്ള ഓരോ മുക്കുമൂലയിലുള്ള ആളുകൾ വണ്ടിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വന്നൊരു ആളും കൂടിയാണ്. കച്ചവടക്കാർ വരെ വണ്ടി കൊണ്ടുപോയിനു. അവിടെ എടക്കര സൈഡൊക്കെ നമ്മുടെ ഡീലർമാർ വരെ അന്ന് വണ്ടി കൊണ്ടുപോയി. കാരണം അന്ന് 2017 എഫ്സെറ്റ് 65 റുപ്യ മാർക്കറ്റിലെ സമയത്ത് നമ്മള് 49,000 റുപ്യക്കാണ് ഓഫർ ഇട്ടത്. അതാണ് പിറ്റേ ദിവസം ഡീലർമാരെ വന്ന് കൊണ്ടുപോയതാണ്. അതുപോലെ തന്നെ നമുക്ക് വീണ്ടും ഒരു സ്റ്റാൻഡേർഡ് 2020 മോഡൽ സ്റ്റാൻഡേർഡ് ആണ്. അത്യാവശ്യം മോഡിഫിക്കേഷനും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. 1,27,000 റുപ്യ. മോഡിഫിക്കേഷൻ ചെയ്ത പൈസ നമുക്ക് വേണ്ട. 2018 മോഡല് തണ്ടർബേർഡ് 95,000 റുപ്യ കൊടുക്കാം. 95,000 റുപ്യ വണ്ടിയായിട്ട് നമ്മൾ ബുള്ളറ്റ് ക്ലബ്ബിൽ നിന്നാണ് എൻഫീൽഡിന്റെ സർവീസ് മൊത്തം നമ്മൾ ബുള്ളറ്റ് ക്ലബ്ബിൽ നടക്കില്ലേ. ഓക്കെ, നമുക്ക് ഇവിടെ ഈ മൂലയിലൊരു വണ്ടി, ഇവിടെ കുറച്ച് വണ്ടി, ഇവിടെ ഉണ്ട്. ആ സൈഡത്തെ വണ്ടി അനുസരിച്ച് ഇതൊക്കെ നമ്മളെ ആ മൂലയിലും കൂടി പോയിട്ട് ഇങ്ങോട്ട് വരാം. വാ, നമുക്ക് എഫ്സെറ്റിനോട് പറയാം. അത്രയും വണ്ടി കളക്ഷൻ ആണല്ലോ. നമ്മളെ സെയിൻ മോട്ടോന്റെ ഷോറൂമത്തെ ഓണറുടെ പേര് ഞാൻ പറയാൻ പറഞ്ഞു നിങ്ങളോട്. അൻഷിദ് എന്നാണ് ആളെ പേര്. ഇവന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. മലപ്പുറം യൂസ്ഡ് വെഹിക്കിൾ ഷോറൂം എന്നല്ലേ, യൂസ്ഡ് വെഹിക്കിൾസ് ഗാരേജ്. യൂസ്ഡ് വെഹിക്കിൾ ഗാരേജ് എന്നാണ് ഇൻസ്റ്റാഗ്രാം ID. അതിൽ ഇവർ അത്യാവശ്യം വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്പോട്ടിൽ ഒന്നുകൂടി കൂടുതൽ എൻക്വയറി കിട്ടണമെന്നുണ്ടെങ്കിൽ, കൂടുതൽ അപ്ഡേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ കയറിയാൽ മതി അല്ലേ. അപ്പോൾ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. ലിങ്ക് ഞാൻ താഴെ കമന്റിൽ കൊടുക്കാം, കമന്റിലല്ല താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എഫ്സെറ്റ് വരുന്നുണ്ട്. എഫ്സെറ്റ് കമ്പനി ഇറക്കിയ എല്ലാ മോഡലും നമ്മുടെ കയ്യിലുണ്ട്. ബാക്കി വണ്ടികളൊക്കെ പുറത്ത് ഇറക്കിയ V1 V2 V3 ഒക്കെ നമ്മളെ കയ്യിലുണ്ട്. D1 ഉണ്ടാക്കല്ലേ. ഓക്കെ, ഇടക്കത്തിലൊക്കെ പറയാൻ തോന്നുന്നു ഇവനോടൊന്ന് കൊളത്തുമ്പോൾ നമുക്കൊരു സുഖം. ഓക്കെ, നമുക്ക് ഈ എഫ്സെറ്റ് ആണ് എങ്ങനെ ചോദിക്കുന്നത്. 2019 വണ്ടി 65,000 റുപ്യ. 65,000 റുപ്യ. ഓക്കെ, 2021 എഫ്സെറ്റ് V3
78,000 റുപ്യ കൊടുക്കാം. 78,000 റുപ്യക്ക്. ക്വാളിറ്റി വണ്ടികളാട്ടോ, ഹൈ ക്വാളിറ്റി മിന്റ് ക്വാളിറ്റി അല്ലേ? അതെ അതെ അതെ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് 2019 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി 68,000 റുപ്യ കൊടുക്കാം. ഓക്കെ, 68,000 റുപ്യ. ഈ റേറ്റ് ഒക്കെ ഇങ്ങനെ പറഞ്ഞേക്കുമ്പോൾ നിങ്ങൾ മറ്റേ ഫോൺ ബിസി ആകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഫോണ് എത്ര നമ്പറാണ്? ഒറ്റ നമ്പറേ ഉള്ളൂ. ഒറ്റ നമ്പറേ ഉള്ളൂ. അതിൽ കാറ്റലോഗ് ഇല്ലേ? കാറ്റലോഗിൽ നമ്മൾ ഫോട്ടോ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യും, വാട്സാപ്പിൽ ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് വരുന്ന വെബ്സൈറ്റ് FZ വേർഷൻ 2 ആണ് ബാക്കിയുള്ളത്. വേർഷൻ നമ്മളൊരു വണ്ടി പർച്ചേസ് ചെയ്താൽ FZ വേർഷൻ പല മാർക്കറ്റിൽ കിട്ടും. പക്ഷെ നമ്മളിതിൽ 10 റുപ്യ ഡിഫറൻസിൽ വരെ വണ്ടി ഉണ്ടാവും. നമ്മളൊരു വണ്ടി പർച്ചേസ് ചെയ്ത FZ ഒരു റീസ്റ്റോറേഷൻ വർക്കാണ് ചെയ്യുന്നത്. ഇതിമേലൊക്കെ അതിന്റെ അടിഭാഗം മൊത്തം പെയിന്റ് അടിച്ച്, ബോഡിയൊക്കെ നരച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പെയിന്റ് അടിച്ച് ഫുള്ള് സെറ്റ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഈ നമ്പർ പ്ലേറ്റ് ഒക്കെ മാറും കേട്ടോ, അതൊക്കെ നല്ല കയറിയ വണ്ടി ആയതുകൊണ്ടാണ്. ഇതൊക്കെ പക്ക ക്വാളിറ്റിയിൽ നമ്മൾ FZ കൊടുക്കുള്ളൂ. എങ്ങനെയാണ് ഇതൊക്കെ മൊത്തത്തിൽ പറഞ്ഞ ഒരേ മോഡലാണ്. 2017 മോഡലുണ്ട്, 18 മോഡൽ. ഞാൻ മാറി തരാം. ഇതിൽ നമുക്ക് 55,000 റുപ്യ മുതൽ 65,000 റുപ്യ വരെയുള്ള വണ്ടികളുണ്ട്. 55,000 മുതൽ 65,000 റുപ്യ വരെ വണ്ടികൾ. ഇതിൽ ഒരു ബെസ്റ്റ് പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഡബിൾ ഡിസ്ക് ഉള്ള FZ അപ്പുറത്ത് ആ തലക്കൽ നീല ബ്ലൂ കളറ് പക്ക എഞ്ചിൻ കണ്ടീഷൻ ഉള്ള വണ്ടി നമുക്ക് 59,000 റുപ്യ കൊടുക്കാം. 2018 മോഡൽ ഹൈ ക്വാളിറ്റി വണ്ടിയാണ്, ഹൈ ക്വാളിറ്റി മിന്റ് ക്വാളിറ്റി. അതെ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വരുന്നത് എന്ന് പറഞ്ഞാല് ഈ നമുക്കൊക്കെ പണ്ട് മുതലേ ഫാൻസ് ഉള്ള ഒരു സാധനമാണ് 220. ഈ 220ക്ക് ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ കമന്റ് നോക്കി, ഏറ്റവും കൂടുതൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് 220ക്ക് ഇത് വേറെ ഒന്നുണ്ടേ. ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇത് 220 അല്ല, 180 ആണ്. കാരണം അത് പെട്ടെന്ന് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ 220 സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ഇത് ബജാജ് കമ്പനി 2019 അത് കാര്യമില്ല. ഞാൻ ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ പൊന്തിച്ച് കൊണ്ടുവരും. അതിന്റെ ഇടയിൽ എട്ടും ഇത് 220 അല്ല, ഇത് 180 ആണ്. പക്ഷെ വണ്ടി 220 ലുക്ക് അല്ലേ? ഇത് ആ കമ്പനി കുറച്ച് സമയം ഇറക്കിയിട്ടുണ്ട്. നമ്മള് ബജാജ് 180 എന്നുള്ള വണ്ടിനെ 2019 220 കിറ്റ് കയറ്റി കമ്പനി ഇറക്കിയതാണ്. 2019 ഈ കമ്പനിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതിന്റെ ഒരു ഹിസ്റ്ററി കുറച്ച് ഇവനെ പറ്റി എനിക്ക് പറയാനുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. എന്തായാലും ഇതിനെ പറ്റി പറയാം. ഓക്കെ, ഇത് 2019 മോഡൽ 20 രജിസ്ട്രേഷന് 180 ആണ്. പക്ഷെ കിറ്റുള്ള 220 മാതിരിയുള്ള എത്ര ചോദിക്കുന്നത്? 65 കൊടുക്കാം. 65. ഇത് സെയിം വണ്ടി 65. ഫിനാൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 10 റുപ്യ 15 റുപ്യ. ഈ FZകളൊക്കെ ആണെങ്കിൽ ഫിനാൻസ് അതൊരു 15,000 റുപ്യ കൊടുക്കാം. ഈ കമ്പനികളെ പറ്റി പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഇനി പുറത്തുള്ള V3 V4 കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന് ഈ സ്ക്രാം കാര്യങ്ങൾ പറയാം. അതും കൂടി പറഞ്ഞിട്ട് പുറത്തേക്ക് പോവാം. ഒരു സ്ക്രാം ഉണ്ട് ഇവിടെ, ഹിമാലയ പോലത്തെ ഒരു വണ്ടി, FZന്റെ വണ്ടി. എങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്? ഒറ്റ മിനിറ്റ്. അപ്പൊ ഞാൻ ആ കാര്യത്തിന്റെ ഇടയിൽ ഞാൻ അൻസിദിനെ പറ്റിയൊരു കാര്യം പറയാം. അൻസിദ് എന്ന് പറഞ്ഞാൽ പണ്ട് ഷോറൂമിൽ വർക്ക് ചെയ്ത ഒരാളാണ്. ഷോറൂമിൽ വർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ വണ്ടി കച്ചവടത്തിൽ ഇറങ്ങാൻ സ്വയം തീരുമാനിച്ചിറങ്ങി. ഒരുപാട് അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്രെയിനിലും മറ്റുള്ള വണ്ടികളും മറ്റു തിരുവനന്തപുരം ടു കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ പോയിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വണ്ടികൾ വാങ്ങിക്കൊടുന്ന് ഇപ്പോൾ ഇതേപോലത്തെ ഒരു സെയിൻ മോട്ടോ എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങി. അപ്പോൾ ഏതൊരു സാധാരണക്കാരനും സംഭവത്തിൽ തുടങ്ങാം. പക്ഷെ അതിന് കൃത്യമായിട്ടുള്ളൊരു നിരീക്ഷണവും അതേപോലെ കൃത്യമായിട്ടുള്ള കാഴ്ചയും ഒരു ഹാർഡ് വർക്ക് അല്ലേ, അത് നല്ലോണ്ട് അല്ലേ? ഒരുപാട് ഉറക്കം വെച്ചിട്ട് യാത്ര ചെയ്തിട്ട് ഉറക്കം വെച്ചിട്ട് പറഞ്ഞാല് നമ്മളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെ വെച്ചാല് നേരെ ഇവിടുന്ന് തിരുവനന്തപുരം കൊല്ലം സൈഡിലേക്ക് കയറും, ഒരു പൾസർ എടുക്കും, ഓട്ടിക്കൊണ്ടും രാവിലെ ഇവിടെ എത്തുമ്പോൾ കച്ചവടക്കാർക്ക് മറിച്ച് വെക്കും. അന്ന് വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ അടുത്ത വണ്ടിക്ക് കയറും. അങ്ങനെ ഒരു വണ്ടി എടുക്കാനുള്ള പൈസ ഉണ്ടാവുള്ളൂ. ഒരു വണ്ടി എടുത്ത് കൊടുന്ന് ഇവിടെ കച്ചവടമാക്കിയാല് ആ പൈസയും കൊണ്ട് അടുത്ത വണ്ടിക്ക് നമ്മൾ തലേ ദിവസം നോക്കി വെച്ചിട്ടുണ്ടാവും. ആദ്യം വണ്ടി എടുക്കാൻ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, വേറൊരു വണ്ടിയുടെ കണ്ടു വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മളിത് കൊടുക്കാൻ പൈസ ഉണ്ടാവില്ല. അപ്പൊ ആ വണ്ടി കൊടുന്ന ഇവിടെ ചെറിയ ലാഭത്തിന് ഒരു കൂലി ഇട്ടിയാണ് മറിച്ചു, എന്നിട്ട് നേരെ അടുത്ത ആളുകൾ കൊണ്ടുവരും. അങ്ങനെ റൊട്ടേഷൻ ചെയ്താണ് നമ്മള് കച്ചവടം ചെയ്ത്. ആ സമയത്ത് നമ്മൾ കച്ചവടക്കാർക്ക് ഇവിടെ വണ്ടി കൊടുക്കലുള്ളൂ. പിന്നെ നിങ്ങളെ വീഡിയോ വന്നു, അതിലാണ് ഇതിനെ കസ്റ്റമേഴ്സിന് വണ്ടി കൊടുക്കാൻ വലിയൊരു കാര്യമില്ല ഇത്. അതെ. ഓക്കെ ഓക്കെ, നമ്മളെ നെക്സ്റ്റ് SD സ്ക്രാം ഓഫറിൽ കൊടുക്കട്ടെ ഈ വണ്ടിയൊക്കെ. ഓഫറിലാ എങ്ങനെയാണ് നമ്മളെ സ്ക്രാം? 2022 മോഡലാണ്. 1,30,000 റുപ്യ കൊടുക്കാം. 2022 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, SD സ്ക്രാം അല്ലേ? അഡ്വഞ്ചർ വണ്ടി 1,30,000 റുപ്യ. SD അഡ്വഞ്ചർ അല്ലേ? ഇത് സ്ക്രാം അല്ല, അഡ്വഞ്ചർ അല്ലേ? അഡ്വഞ്ചർ ആണ്. സോറി, മാറിപ്പോയതാണ്. SD സ്ക്രാം അല്ല, അഡ്വഞ്ചർ ആണ് കേട്ടോ. സോറി, അഡ്വഞ്ചർ ആണ്. അഡ്വഞ്ചർ ആണെങ്കിൽ എങ്ങനെയാണ് ചോദിക്കുന്നത്? 1,30,000 റുപ്യക്ക് 2022 മോഡല്.
ഓക്കെ 2,30,000 അത്യാവശ്യം ഗാർഡ് കാര്യങ്ങൾ വില കിട്ടിയപ്പോൾ നെട്ടിയമായി ഇത് ഒന്നാമത് ഞാൻ ഈ സ്ക്രാമിന്റെ സെയിൽ പൊതുവേ നമുക്കും അങ്ങനെ പരിചയമില്ലാത്ത അപ്പോൾ ഇതിന് മാർക്കറ്റ് കറക്റ്റ് നമുക്കും അറിയില്ല അത് ചിലപ്പോൾ കസ്റ്റമേഴ്സിന് ചിലപ്പോൾ അതേപോലെ അറിഞ്ഞോണമെന്നുണ്ടാവില്ല അപ്പോൾ ഈ വണ്ടി എന്തായാലും അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള വണ്ടിയാണ് അത് നമുക്കറിയാം SD വണ്ടികളൊക്കെ അത്യാവശ്യം ഈ ക്വാളിറ്റി കാര്യങ്ങളുണ്ട് പക്ഷേ നമ്മളെ ജാവൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇതിന്റെ ഇടയിൽ കുറച്ച് ഡൗൺ ആയിട്ടുണ്ട് മാർക്കറ്റ് മറ്റുള്ള കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് ഫുൾ സെറ്റാണ് വണ്ടി ബിൽഡ് ക്വാളിറ്റിന്റെ കാര്യത്തിലൊക്കെ സെറ്റാണ് അതുപോലെ തന്നെ നമ്മളെ ഹിമാലയൻ ഒരു ന്യൂ മോഡൽ ഹിമാലയൻ ഉണ്ട് ആ ഹിമാലയൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് അടിയാവും ഇവിടെ അല്ലേ അതുപോലത്തെ ഒരു വണ്ടിയാണ് ഹിമാലയ നല്ല മിന്റ് ക്വാളിറ്റി വണ്ടിന് കേട്ടോ ഇതൊരു മോഡൽ തന്നെ അല്ലേ പക്ഷെ ഇതിലേറെ ആ മറ്റേ 2 മുതലിനാണ് ഫാൻസ് കൂടുതൽ ഉണ്ടാവും മറ്റേ മുതലാണോ ഇതൊക്കെ എന്താ വെച്ചാൽ പുതിയ ഹിമാലയ എടുക്കാൻ പോണ ഒരാൾക്ക് ഇവിടെ വന്നോളി നല്ലൊരു ക്വാളിറ്റി ഉള്ള വണ്ടി പുതിയ ചെയിൻ സോക്കറ്റ് മാറ്റിയ വണ്ടി ചെറിയ പൈസ കൊണ്ടുപോകും എങ്ങനെ ചെറിയ പൈസ 2024 മോഡൽ ഹിമാലയ 450 നമ്മൾ കൊടുക്കാൻ പോണ പ്രൈസ് വെറും 3 ലക്ഷം രൂപ 3 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകും ഓക്കെ വരി ആദ്യം നമുക്ക് ഇനി കുറച്ച് സൈഡിലേക്ക് മാറ്റി വെച്ച കുറച്ച് വണ്ടികളുണ്ട് അത് പറയാം ഓക്കെ ഇന്നിപ്പോ നമ്മളോ ഫൈനാൻസിന്റെ കാര്യങ്ങളും അതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാ V3കളുടെ അതുപോലെ തന്നെ ജിക്സർ അല്ലെ ഈ ഒരു ടൈപ്പിലുള്ള വണ്ടികളൊക്കെ ഉള്ളത് നമുക്ക് ഇങ്ങനെ അങ്ങനെ പറഞ്ഞ അവിടെ ഇങ്ങനെ പോരും അവിടെ പറഞ്ഞ ഇങ്ങനെ പോരും 2022 മോഡൽ V4 ഒരു V3ന്റെ പൈസകൾ പോട്ടെ V3ന്റെ പൈസക്ക് 2022 V4 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി 1,18,000 1,18,000 ഇത് 2022 വണ്ടി തന്നെയാണ് കുറച്ച് റേറ്റ് കൂടും നല്ല വിലക്ക് നമ്മൾ എടുത്തിട്ട വണ്ടിയാണ് പിന്നെ ഇത് 2024 മോഡൽ വണ്ടി 1,42,000 2022 ആണ് കേട്ടോ മോഡല് 2022 V4 ആണ് നല്ല ക്വാളിറ്റി ക്ലീൻ വണ്ടിയാണ് കേട്ടോ ഓക്കെ ഞങ്ങൾ വന്ന് നോക്കാനാണ് അത് അത്യാവശ്യം ക്വാളിറ്റി അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് 2019 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് V3 എങ്ങനെ ഒരു സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ബോഡി കണ്ടീഷൻ വണ്ടിയാണ് എത്ര ചോദിക്കുന്നത് 1 ലക്ഷം രൂപയ്ക്കാണ് കൊടുക്കും 1 ലക്ഷത്തിന് കൊടുക്കാം ഓക്കെ ഫൈനാൻസ് കാര്യങ്ങളാണെങ്കിൽ ഓക്കെ നമുക്ക് സെറ്റ് ആക്കാം ശരി 20 രൂപ കൊടുക്കാം ഓക്കെ അതുപോലെ തന്നെ R15 V3 2019 1 ലക്ഷം രൂപ കൊടുക്കാം 1 ലക്ഷം രൂപ കൊടുക്കാം 1 ലക്ഷം രൂപയ്ക്ക് എറിഞ്ഞു കൊടുക്കാണല്ലോ ഓക്കെ അതുപോലെ തന്നെ ജിക്സർ 2021 മോഡൽ ജിക്സറിനെ പറ്റി പറയുകയാണെങ്കിൽ ജിക്സറിനെ പറ്റി പറഞ്ഞോ V3 ഒക്കെ ചിലപ്പോൾ ഊരവേദനയും കാര്യങ്ങളും ഉണ്ടാവും ഈ സാധനം ഓടിക്കുക അക്ക നീറ്റാ നമുക്ക് ഒരു ലോങ് ഡ്രൈവും കാര്യങ്ങളൊക്കെ പോകാൻ അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് ജിക്സർ പക്ഷേ അതാരും മനസ്സിലാക്കൂല ആർക്കും അറിയില്ല പക്ഷെ അതിന് മാർക്കറ്റ് കുറച്ച് ഈ വണ്ടിക്ക് മാർക്കറ്റ് ശരിക്കും 90 റേഞ്ചിലുണ്ട് ഈ വണ്ടിമ ഫിനാൻസ് തന്നെ എത്ര കിട്ടുന്നുണ്ട് 80 റുപ്യ വരെ ഈ വണ്ടിമ ലോൺ കിട്ടും അതായത് ഇത് വണ്ടി വാങ്ങി കുറച്ചേരം കഴിയുമ്പോൾ ഇത് അത്രയും ഡൗൺ ആവും മാർക്കറ്റ് പക്ഷെ ഇതിനെ പറ്റി കൂടുതൽ ഇതെന്താ അറിയില്ല ആൾക്കാർക്ക് തന്നെ ഇഷ്ടപ്പെടുന്നില്ല എങ്ങനെയാലും ഇത് ഇതിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും നമ്മൾ ജിക്സർ അത്യാവശ്യം സെയിൽ ചെയ്യണം നമുക്ക് അത്യാവശ്യം എൻക്വയറി NS 160 മാർക്കറ്റ് കൂട്ടിയ NS 160 ജിക്സർ ഒക്കെ നമുക്ക് അത്യാവശ്യം എൻക്വയറി ഉള്ള വണ്ടിയാണ് കാരണം ഇത് യൂസ് ചെയ്യുവാൻ പിന്നെ ഈ വണ്ടി എടുക്കുള്ളൂ എങ്ങനെ ചോദിക്കുന്നത് ഈ വണ്ടിക്ക് നമുക്ക് വെറും 70,000 റുപ്യ കൊടുക്കാം 2021 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഫൈനാൻസ് ഈ വണ്ടിയും കൊടുക്കുക ഒരു 10,000 റുപ്യ അങ്ങോട്ടും കൊടുക്കാം അതാണ് ഇതിന്റെ റേഞ്ച് 80 റുപ്യ വണ്ടിമേ ലോൺ കിട്ടും നമുക്ക് 70 റുപ്യ മതി 10,000 കൊണ്ടുപോയിക്കോളി പിന്നെ ഉള്ളിൽ കുറച്ച് NS കാണണ്ടല്ലോ അല്ല ഈ ഒരു ഗ്യാപ്പും ഇവിടെ ഫില്ല് ചെയ്യാൻ മറന്നില്ലല്ലോ ഈ കോണിക്കൂട് വരെ ഇവിടെ ഫുള്ളാണ് അതായത് NSന്റെ 2 ബ്ലൂ കളർ വണ്ടി അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഇത് മാത്രല്ല ഏകദേശം 30 വണ്ടി കൂടി നമുക്ക് വരാണ്ട് വെക്കാൻ സ്ഥലമല്ല അല്ലേ ഓക്കെ ഈ ഷോറൂമിന്റെ ഈ ഒരു റൂമിന്റെ ഈ ബിൽഡിങ്ങിന്റെ എല്ലാ ഭാഗത്തുള്ള ചുറ്റു റൂമും എടുത്തു ഇനി സ്ഥലമല്ലേ ഇവിടെ ഓക്കെ ഇതിനെങ്ങനെയാണ് ചോദിക്കുന്നത് 2017 മോഡലാണ് 68,000 റുപ്യ പ്രൈസ് എന്താ വെച്ചാല് അത്ര കുറവൊന്നുമല്ല പക്ഷെ ഈ വണ്ടി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നീറ്റാണ് കസ്റ്റമർക്ക് കൊണ്ടുപോയിട്ട് വർക്കും കാര്യങ്ങളൊന്നും ഒന്ന് പൊടി തട്ടി ക്ലിയർ ആക്കാണ്ട് ഈ എഫ്സെറ്റ് ഒക്കെ വണ്ടികളെ നമ്മൾ എന്ത് ചെയ്യും മാക്സിമം പക്ക ക്വാളിറ്റി ആക്കി ഇനി പെയിന്റ് ഒക്കെ ആണെങ്കിൽ പെയിന്റ് ഒക്കെ അടിച്ച് അത് നല്ലൊരു വൃത്തിക്കാ കൊടുക്കുള്ളൂ കാരണം അത് ചെക്കന്മാർ ഉപയോഗിക്കുന്ന വണ്ടികൾ അതിന് കുറച്ച് സ്ക്രാച്ചും തീർച്ചയായിട്ടും കമന്റ് ഈ സെയിം മോഡൽ തന്നെ നമുക്ക് 55-നും 50-നും കൊടുക്കാൻ കഴിയും വന്ന കണ്ടീഷനിൽ അങ്ങനെ കൊടുക്കാം ഇതിന് മുന്നേ ഓഫർ ഇട്ടിനോ 45,000 രൂപയ്ക്ക് 2018 NS അപ്പൊ കസ്റ്റമറോട് നമ്മൾ പറയും കുറച്ച് സ്ക്രാച്ചസ് ഉണ്ട് ടയർ മോശം ഉണ്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കും ഇതിനൊക്കെയാണ് എങ്ങനെ വരുന്നത് ഇതൊക്കെ 2017 മോഡലാണ് എത്ര 60 റുപ്യക്ക് കൊടുക്കാം ഫൈനാൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 10,000 റുപ്യ കൊടുക്കാം ഓക്കെ ഇനി നമ്മൾ പറഞ്ഞില്ലേ 10 റുപ്യക്ക് NS പറഞ്ഞില്ലേ 10 റുപ്യക്കും NS നമ്മൾ കൊടുക്കും അല്ലെ അതായത് ഫൈനാൻസിന് 10,000 റുപ്യക്കും നമ്മൾ NS ഇവിടെ കൊടുക്കും ഇനി ഏതെങ്കിലും ഉള്ളിലുള്ള വണ്ടികൾ മിസ് ആയിട്ടുണ്ടോ കുറച്ച് വണ്ടികളുണ്ട് ഉള്ളിലുള്ള എല്ലാ വണ്ടി ഓക്കെ അല്ലേ നമ്മൾ ഏതെങ്കിലും ഒരു വണ്ടി നമ്മൾ പറയാൻ മറന്നു ആ ജാവ
ഏതാ ജാവിന്റെ റേറ്റ് ആ ജാവിന്റെ റേറ്റ് ഒന്ന് നോക്കിട്ടോ. ആ ജാവിന്റെ റേറ്റ് ഒന്ന് വിളിച്ചു വെച്ചോക്ക്. ആ ജാവിന്റെ റേറ്റിന് ഒന്ന് വിളിച്ചു നോക്കിട്ടോ. ആ ബാബാ ഓക്കെ. ഇത് നമ്മളെ ജീപ്പാണ് കേട്ടോ. ജീപ്പ് വേണേ നമുക്ക് കൊടുക്കട്ടോ. ജീപ്പ് കൊടുക്കാൻ ജീപ്പ് ഇച്ചാണ് എന്നെ കമ്പ പിടിപ്പിച്ചത്. ഞാൻ എന്റെ ജീപ്പ് കൊടുത്തു ചെയ്തു. ഇതെന്തറിയോ, ഇതൊരു അഡിക്ഷനാണ്. ഇതെല്ലാം ഞായറാഴ്ച ഇത് മല കയറാനോ അതിൽ ഇതിൽ നിറക്കുകയാണ്. സെറ്റാ. അതുകൊണ്ട് നമുക്ക് ഇത് വേണമെങ്കിൽ കൊടുക്കും. ഞാൻ ഈ വണ്ടി വേണമെങ്കിൽ കൊടുക്കും. ഓപ്പൺ ജീപ്പ് കച്ചവടം കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ളത്. 2000 അല്ല, ഇത് മറ്റേ ബൈക്കൊക്കെ പറഞ്ഞ 2000. ഇത് 96 93 മോഡലാണ്. 93 മോഡലാണ്. നമ്മൾ വണ്ടി ഓപ്പണും കാര്യങ്ങളൊക്കെ. ഈ ടയർ ഉണ്ടാവും 4000 രൂപ ഒരു ടയർ. എന്റെ വണ്ടിക്ക് അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് ആ റേറ്റ് നല്ല പറയാം. പിന്നെ ഇത് നമുക്ക് 2,25,000 രൂപ കൊടുക്കാം. പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ്, പക്ക നീറ്റ് വണ്ടിയാണ്. റേറ്റ് കുറയില്ല. നമ്മളെ വീഡിയോ ജീപ്പാണ്. ജീപ്പാണ് മുതലാണ്. ഞാൻ തന്നെ മോഹവില എടുത്ത് വാങ്ങിയതാണ്. ഓക്കെ. ഞാനൊന്ന് ആലോചിച്ചോട്ടെ എനിക്ക് തന്നെ വേണോന്ന്. എനിക്കാണെങ്കിൽ കുറച്ച് തരില്ലേ? ഈ NS ഒക്കെ 2017 വണ്ടിയാണ്. 2017 വണ്ടി റേറ്റ് പറഞ്ഞു. ഈ കണ്ടീഷനിൽ 45 രൂപ കൊടുക്കാം. 45,000 രൂപയ്ക്ക് NS. അത്രയും സിമ്പിൾ ആയിട്ടാ പറയണത്. സെയിൻ മോട്ടോന്റെ ഗ്യാരണ്ടി ആണ്. ഈ വണ്ടി നമുക്ക് ഈ കണ്ടീഷനിൽ 45 രൂപ കൊടുക്കാം. 45 രൂപ കൊടുക്കാം. 45 രൂപയ്ക്ക് നമ്മൾ പറഞ്ഞത് കേട്ടോ. ആക്സസുകളൊക്കെ നമ്മൾ പറഞ്ഞു. തൊണ്ടയിലേശം വെള്ളം പറ്റി ചായ കുടിക്കാൻ പോകാൻ സമയമായി എന്ന് പറയാം അല്ലെ? അത്രയും സമയം നമ്മൾ പറഞ്ഞു. നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ ഇപ്പൊ ചായ കുടിച്ചായിരിക്കും കാണാം, ചോറ് തിന്നായിട്ടും കാണാം, അല്ലെങ്കിൽ എന്തെങ്കിലും എന്റർടൈൻമെന്റ് സമയത്തായിരിക്കും, അല്ലെങ്കിൽ ഫ്രീ ടൈമിലായിരിക്കും കാണാം. ചിലപ്പോൾ തിരക്കുകൾ മാറ്റി വെച്ചിട്ട് നമ്മളെ വീഡിയോ കാണുന്നവരുണ്ട്. നിങ്ങൾ കമന്റ് ഇട്ട് നിങ്ങൾ എങ്ങനെയാണ് നമ്മളെ വീഡിയോ കാണുന്നത് കേട്ടോ. ഓക്കെ. അപ്പോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തായാലും ബെസ്റ്റ് പ്രൈസിലുള്ള ഒരുപാട് വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ടെന്നുള്ള വിശ്വാസമാണ്. ഇനിയും ഉണ്ട് കുറച്ച് വണ്ടികൾ. ഈ വണ്ടികൾ നോക്കുകയാണെങ്കിൽ ബാക്കിൽ നിന്ന് തുടങ്ങാം. ഓക്കെ. ഇത് 2016 വെബ്സൈറ്റ് ആണ്. നമ്പർ പ്ലേറ്റ് നമ്മൾ മാറ്റി തരും. ചെറിയൊരു തുരുമ്പ് പോലത്തെ ഉണ്ട് നമ്പർ പ്ലേറ്റ്. ഓക്കെ. പെയിന്റിങ് കാര്യങ്ങൾ അടിഭാഗത പെയിന്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. ഓക്കെ. എത്ര നമുക്ക് 50 രൂപ. ഇത് മാർക്കറ്റ് ആണ് വെച്ചാൽ വെബ്സൈറ്റിന്റെ ഈ പഴയ വണ്ടി നമ്മൾ പെയിന്റിങ് സങ്കടം ഉണ്ട്. പെയിന്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോ ഏകദേശം ഈ പ്രൈസ് ആവണം. 2 വണ്ടി ഇന്നലെ വിൽക്കുന്നു. ഒക്കെ 2017 കംപ്ലീറ്റ് റീസ്റ്റോർ, ഫുൾ ആൻഡ് പൊളിച്ചിട്ട് പിസ്റ്റൺ വർക്ക്, ബോഡി പെയിന്റിങ് കാര്യങ്ങൾ ഒക്കെ ചെയ്താണ്ട് കൊടുക്കണം. അപ്പൊ വില ഉണ്ടാവും. അതല്ല കുറച്ച് കാലത്തിന് നോക്കേ വേണ്ട. നമ്മൾ ആദ്യം തന്നെ പറയും. അല്ലാത്ത വണ്ടിയാണെങ്കിൽ നമ്മൾ വില കുറച്ച് കൊടുക്കും. നെക്സ്റ്റ് വണ്ടി 2018 പൾസർ എത്ര 55 രൂപ. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന 2020 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ക്വാളിറ്റിക്കാരൻ വണ്ടി, ലേഡീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വണ്ടി. 58,000 രൂപ അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ജുപ്പിറ്റർ 2023 മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അലീവില് ഡിസ്ക് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഈ വണ്ടി ഞാൻ ഷോറൂമിലൊക്കെ സമയത്ത് സെയിൽ ചെയ്ത വണ്ടി കേട്ടോ. ആ കസ്റ്റമർ എന്നെ കോൺടാക്ട് ഉണ്ടായതുകൊണ്ട് പിന്നെ TVSന്റെ ഷോറൂമിലായിരുന്നു ഈ ആദ്യം. ഫസ്റ്റ് ബജാജിന്റെ ഷോറൂമിലായിരുന്നു, പിന്നെ TVSന്റെ ഷോറൂമിൽ. ആ എക്സ്പീരിയൻസ് നല്ല മസ്റ്റായിട്ട് പരിപാടിക്കൊക്കെ ഇറങ്ങുമ്പോൾ വണ്ടിന്റെ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ തന്നെ എക്സ്പീരിയൻസ് എന്നുള്ള സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഫീൽഡിൽ പെട്ടെന്ന് ഹൈപ്പ് ഗ്രാഫ് കയറാൻ കഴിയുള്ളൂ അല്ലേ? ഓക്കെ. നമ്മൾ ചോദിക്കുന്ന റേറ്റ് ഇത് 75 രൂപ കൊടുക്കാം. ഫുള്ള് ഷോറൂം സർവീസ് ആണ്. 2023 മോഡൽ കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് 48,000 രൂപ. നെക്സ്റ്റ് വരുന്നത് ഹോണറ്റ് 2018 മോഡൽ 40. ഹോണറ്റ് പറഞ്ഞല്ലേ എന്റെ ഇടയിൽ? അതെ. പൾസർ 2020 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 60 രൂപ കൊടുക്കാം. 60 രൂപ കൊടുക്കാം അല്ലേ? ഓക്കെ. അപ്പൊ നമ്മളങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോ ആദ്യം നമ്മള് ചെറിയൊരു റൂമിൽ, ഒരു ക്ലബ്ബ് പോലത്തെ റൂമിൽ 4 വണ്ടി മാത്രം വെച്ച സമയത്ത് സെയിൻ മോട്ടോന്ന് അൻഷിദിനെ വിളിച്ചതാണ് ഒരു വീഡിയോ എടുക്കണം പറഞ്ഞിട്ട്. അന്ന് ആ വീഡിയോ എടുത്ത് ഓന്റെ ചെങ്ങാമാരെടുത്ത് ഓന്റെ ഡീലർമാരുടെ കമ്പനിക്കാരുള്ള ഡീലർമാരെടുത്ത് ഒക്കെ ഉള്ള വണ്ടി വാങ്ങിയിട്ടും വണ്ടി കഴിഞ്ഞില്ല അല്ലേ? അത്രയും എൻക്വയറി വന്നു. അന്ന് ഏകദേശം എത്രത്തോളം വണ്ടി വിറ്റുണ്ടാവും അന്നത്തെ ആ ഒരു ദിവസം? ഒരു മാസം തന്നെ 30-35 വണ്ടി ആ സമയത്ത് വിറ്റു. ആ ഒരു മാസത്തിൽ എനിക്ക് ആ ഒരു ഗ്രോത്ത് മനസ്സിലായി വീഡിയോന്റെ അല്ലെ? എഫക്ട് മനസ്സിലായി. ഷോപ്പ് ക്ലോസ് ചെയ്ത് വണ്ടി കഴിഞ്ഞു. അന്ന് എവിടൊക്കെ മുതലുള്ള ആളുകൾ കസ്റ്റമേഴ്സ് നമ്മളെ കാസർഗോഡ്, തിരുവനന്തപുരം, കൊല്ലം, കേരളത്തിലുള്ള എല്ലാ ജില്ലകളിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മളെ വണ്ടിയായിട്ട് കൊണ്ടേ കൊടുത്തിട്ടുണ്ട്. വീട്ടിലേക്ക് വന്നിന് ആൾക്കാർ. ആദ്യം വീട്ടിലേനല്ലേ കച്ചവടം. പിന്നെ നമ്മള് റൂമിൽ വണ്ടി കൊള്ളാതെ കുറച്ചാലും വീട്ടിൽ അല്ല കട കാണാനിട്ട് വീട്ടിലേക്ക് തപ്പി നമ്മള് ടൂറായില്ലേ. അപ്പൊ ഈ ലെവലിലേക്ക് നമ്മളെ ഷോറൂം മാറിപ്പോ നിലവില് നല്ല സെറ്റായി, അടിപൊളിയായി, നല്ല വർക്ക് ചെയ്തിട്ടാണ് ഈ ലെവലിൽ എത്തിയതെന്ന് നമുക്ക് ശരിക്കറിയാം. അത് ഞാൻ ഇതിന്റെ ഒരു നേരിട്ട് കണ്ട ഒരാൾ കൂടിയാണ്. അതുപോലെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ മഞ്ചേരിയാണ്. നമ്മളെ മഞ്ചേരി മുട്ടിപ്പാലത്ത് നിന്ന് ആനക്കയം പോണ റൂട്ടിലാണ്. മുട്ടിപ്പാലം ടു മലപ്പുറം റൂട്ടാണിത്. മഞ്ചേരി ടു മലപ്പുറം റോഡാണ്. അതില് മുട്ടിപ്പാലം കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പ് ആനക്കയെന്ന് പറയും. ആനക്കയത്തിന് മുട്ടിപ്പാലത്തിന് നടുവിലായിട്ടാണ് വരിക. ഓക്കെ. അപ്പൊ ഞാൻ ഇതിന്റെ ഹെലിക്കയും വിഷലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ ഒന്നുകൂടി കറക്റ്റ് കാണാൻ വേണ്ടിയിട്ട്
നമ്മളെ ഇവിടെ നിന്ന് നമ്മളെ പഴയ ഷോറൂം ഉണ്ടായിരുന്നു തൊട്ട് 150 മീറ്റർ അപ്പുറത്തേക്ക് പാണായിക്കുള്ള റോഡിന് ഈ പാരങ്കുടി വന്നിട്ട് മുട്ടിപ്പാലത്ത് വന്നിട്ട് തങ്ങൾപ്പടി എവിടെയാണെന്ന് ചോദിച്ചാൽ കറക്റ്റ് പറഞ്ഞു തങ്ങൾപ്പടി ഇതാണ് തങ്ങൾപ്പടി. അല്ല ഇനി സെയിൻ മോട്ടോടെ ചോദിച്ചവരെ അത്യാവശ്യം ഫേമസ് ആവുന്നത്. കാരണം എന്താ വെച്ചാല് അത്യാവശ്യം നല്ലൊരു ഗ്രാൻഡായി ഈ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു സ്വപ്നം വിചാരിച്ചിരുന്നു, അങ്ങനെ ഒരു സ്വപ്നം കണ്ടിരുന്നു? ഒരിക്കലും കാണാത്ത സ്വപ്നമായിരുന്നു. കാരണം നമ്മള് ഷോറൂമിൽ വർക്ക് ചെയ്യണത് രാവിലെ ജോലിക്ക് പോകണോ വരുന്നു. പിന്നെ നമ്മള് കൊറോണയ്ക്ക് ശേഷം എന്ത് ചെയ്തു, വീട്ടിലെത്തിയിട്ട് ചെറിയ കച്ചവടം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ ഫീൽഡിൽ? എനിക്ക് ഇങ്ങനെ ഈ ലെവലിലേക്ക് എത്തിപ്പെടുന്നതിന്റെ ഇടയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടോ? സപ്പോർട്ടായിട്ട് ആരും നിന്നിട്ടൊന്നുമില്ല. പക്ഷെ സപ്പോർട്ട് നമ്മളെ ഫോളോവേഴ്സിന്റെ സപ്പോർട്ട് തന്നെ, സബ്സ്ക്രൈബേഴ്സിന്റെ സപ്പോർട്ട്. വേറെ സപ്പോർട്ട് എന്തെങ്കിലും നമുക്ക് ബാക്ക് സപ്പോർട്ട് നല്ല ഫണ്ടായിട്ടോ? ഇല്ലല്ല, അങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. ഒരിക്കലും നമ്മള് പാർട്ണർഷിപ്പ് ആരെയും കൂട്ടൂല. അങ്ങനെ പറയാൻ ഇതാണത്തെ വീഡിയോയിൽ ചോദിച്ചത്. ഞാൻ വിചാരിച്ചു ഇത്രയും വലിയ ഷോറൂം എങ്ങനെ ഇത്ര പെട്ടെന്ന് ഗ്രോത്ത് ആയത്. അപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് അതിൽ ഹൈലൈറ്റ്. ഫസ്റ്റ് വരുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ വരെ ആ കസ്റ്റമർ നല്ല രീതിയിൽ പറഞ്ഞു വെച്ചാൽ രണ്ടാമതും മൂന്നാമതും നാലാമതും അഞ്ചാമതും ആറാമതും കസ്റ്റമറിൽ പോകുന്ന തന്നെ കൊണ്ടുവരും. കാരണം ഞാനൊരു വണ്ടി എടുത്തിട്ട് എനിക്ക് 100% സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഞാൻ എന്താ പറയാ, അത് ആ ഷോറൂമിൽ പോയിക്കോ, സെയിൻ മോട്ടോക്ക് പോയിക്കോ എന്ന് പറയും. അപ്പോൾ ആ ലെവലിൽ നമ്മുടെ കേരളത്തിലുള്ള ഏകദേശം എല്ലാ ഡീലർമാരും ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല രീതിയിൽ കച്ചവടം കിട്ടും. നല്ല വണ്ടി കൊടുത്താൽ എത്ര കാലമാണെങ്കിലും ഫീൽഡിൽ പിടിച്ചിരിക്കാം. ഇല്ല അങ്ങനെ ഇതൊക്കെ പാടെ പൂട്ടിക്കെട്ടി പെരി പോയി കുത്തിറക്കാം. എനിക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ഡീലർമാരാണ് നമ്മളെ കേരളത്തിലുള്ളത്. അതിൽ പെട്ട ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടിയാണ് അൻഷിദ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മളെ ജാവന്റെ പ്രൈസ് നമ്മൾ പറയാണ്ട്. ജാവ നമുക്ക് 2020 മോഡല് 98 രൂപ കൊടുക്കും. 98 രൂപ. അതും കൂടി നമ്മൾ ഫൈനലായിട്ട് പറയാണ്ടായിരുന്നു. ഓക്കെ, ഇനി എന്തെങ്കിലും പറയാണ്ടോ? ഓഫീസാണ് ഷോപ്പിന്റെ എന്ത്? ഓക്കെ, ആ പ്രീമിയം ഷോറൂം കൂടി ഒന്ന് ഞാൻ കാണിച്ചു തരാം. പക്ഷേ 1 hourന്റെ അടുത്തായിട്ടുണ്ടാവും നമ്മളെ വീഡിയോ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം നമ്മൾ കാര്യങ്ങൾ പറഞ്ഞില്ലേ അനുസരിച്ച്. ഇത്രയെങ്കിലുമൊക്കെ പറഞ്ഞില്ലെങ്കിലും നമുക്കില്ലേ ആ ഒരു സമാധാനം കിട്ടൂല എന്ന് പറയുന്നത്. കാരണം അതിന് മാത്രം വർക്ക് ചെയ്തിട്ട് ഇതാണ് നമ്മളെ ഡെലിവറി സെക്ഷൻ കേട്ടോ. ഈ ഒരു ഭാഗമാണ് നമ്മുടെ ഡെലിവറി സെക്ഷൻ. നമ്മൾ ഇനോഗ്രേഷൻ സമയത്ത് ഈ ഒരു സെയിൻ മോട്ടോന്റെ ലോഗോ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ലോഞ്ച് ചെയ്തത് നമ്മൾ തന്നെ നമ്മളായിരുന്നു ലോഞ്ച് ചെയ്തിരുന്നത്. അതൊക്കെ ആ വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചു തരാം. അതൊക്കെ വലിയൊരു ഭാഗ്യം കൂടിയും കിട്ടി. അതായത് ഞാൻ പലപ്പോഴും പറയുന്നതാണ്, നമ്മളെ കൂടെയുള്ള ആളുകൾ രക്ഷപ്പെടുന്നത് കണ്ടിട്ട് നമ്മൾ അസൂയപ്പെടാതെ, നമ്മളെ കൂടെയുള്ള ആളുകൾ രക്ഷപ്പെടുന്നത് കണ്ടിട്ട് നമ്മൾ അഭിമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാളെ ഈ ലോകത്തിൽ എല്ലാവരും നന്നാവും. അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാവർക്കും വിജയം ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ അൻഷിദേ, ഞാൻ എന്നോട് കടം ചോദിച്ചു വരില്ല. ഞാൻ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഇജി രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഇജി എന്നോടും കടം ചോദിച്ചു വരില്ല. അത്രേ ഉള്ളൂ. അങ്ങനെ ചിന്തിച്ചാൽ തന്നെ ഏകദേശം ഇവിടെ നന്നായി. പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൻ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് ഓൻ്റെ അടുത്ത് ചോദിച്ചുകൂടെ? അപ്പോൾ ആ ലെവലിൽ ചിന്തിച്ചാൽ മതി. അപ്പോൾ അൻഷിദ് ഈ ലെവലിൽ ഇത്രയും വലിയൊരു നെക്സ്റ്റ് ലെവലിലേക്ക് തന്നെയാണ് ഈ ഒരു കുറഞ്ഞ കാലയളവിൽ എത്തിയത് അല്ലേ? 5 വർഷത്തിന്റെ ഹാർഡ് വർക്ക്. പക്ഷേ എൻ്റെ പോലെ ഒന്നുമില്ല, കുറേ കാലങ്ങൾ കാത്തിരുന്നിട്ട് ഈ ലെവലിലൊന്നും എത്താത്ത ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം ഇന്നെ പോലെ തന്നെ ഇപ്പോൾ കുറേ കാലങ്ങൾ കാത്തിരുന്നിട്ട് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആകാത്ത, ഇത്രയും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഒന്നും ആകാത്ത കുറേ ആളുകളുണ്ട്. അത് ചിലപ്പം അവരുടെ ഭാഗ്യക്കേടോ അല്ലെങ്കിൽ ചിലപ്പോൾ വീക്ക്നെസ്സോ ആയിരിക്കും. ചിലപ്പോൾ ഇന്നേക്കാളും ഈ ഒരു ലെവലിൽ ഇന്നേക്കാളും ഹൈപ്പ് കിട്ടിയ വേറെ ആൾക്കാരുണ്ട്. അത് എൻ്റെ വീക്ക്നെസ് ആണ് ഇട്ട് ഞാൻ കണക്ക് കൂട്ടും. നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യാതെ നമ്മൾ സ്വയം നമ്മളൊരു രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രം മതി. ഇതാണ് സെയിൻ മോട്ടോന്റെ ഇവിടെ കസ്റ്റമറിന് ഇരിക്കാനുള്ള അത്യാവശ്യം പ്രീമിയം ലെവലിൽ സെറ്റപ്പ്. അതുപോലെ തന്നെ അൻഷിദിന്റെ ഒരു കസാല ഇവിടെ ഉണ്ട്. ഇതാണ് അൻഷിദിന്റെ കസാല. സോറി അൻഷിദ, ഇജ് തന്നെ ഇരുന്നോ? ഞാൻ എനിക്കത് തോന്നി. പിന്നെ ഇജ് മഞ്ചേരിന്റെ മണിമുത്ത് അൻഷിദ്. ഇപ്പൊ ഇതൊക്കെ ഇജ് പൈസ എന്നിട്ടാ ഞാൻ പറഞ്ഞെന്നൊക്കെ പറയാം. ഇത് നമ്മളൊരു സുഹൃത്ത് ബന്ധമാണോ? നമ്മൾ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ ഒരുപാട് ഷോപ്പിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും അൻഷിദ് നമ്മളായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇവിടെ വീഡിയോ ചെയ്യാൻ വരുമ്പോൾ ആ ഒരു ഗ്രോത്ത് അൻഷിദിനാണെങ്കിലും അതുപോലെ തന്നെ അത് നമുക്കാണെങ്കിലും അതിന്റെ ഒരു റിസൾട്ട് ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സെറ്റ്. ഇനി ഫിനാൻസ് ഇരുന്നവർക്ക് എന്തെല്ലാം ഡോക്യുമെന്റ്സ് വേണമെന്നുള്ളത് ഒന്ന് കാര്യങ്ങൾ ഞാൻ പുറത്തേക്കാം. ഞാൻ കസ്റ്റമറാണ്. അതെ, അപ്പൊ ഞാൻ വണ്ടി എടുക്കാൻ വരികയാണ്. വണ്ടി എടുക്കാൻ വരുമ്പോൾ ഞാൻ ഈ കാൽക്കുലേറ്റർ ഇങ്ങോട്ടാണ് തിരിച്ചേക്കും. ഒക്കോ എന്നുള്ളത് നോക്കണം, കണക്കൂട്ടും. അതാണ് നിന്റെ ഒരു അഭിപ്രായത്തില്. ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചൊരു സംഗതി വെച്ചിട്ട്, ഞാൻ ഈ പൈസ ഉള്ള കാലത്ത് ഇല്ലാത്ത കാലത്തും ഞാൻ ലോണിന് ഞാൻ സപ്പോർട്ടീവ് അല്ല ശരിക്കും. നമുക്കൊരു കസ്റ്റമർ വന്നിട്ട് ചോദിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ഫസ്റ്റ് ഞാൻ വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് ഇപ്പം ലോണിന്റെ കാര്യം പറഞ്ഞടാ. അപ്പൊ ഞാൻ പറഞ്ഞു, കസ്റ്റമർ ചിലപ്പം പൈസ ഇല്ലാത്ത ആളുകളുണ്ടാവും, ഒരു ചിലപ്പോൾ ഫൈനാൻസിനേക്കാരെ വണ്ടി എടുക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണോ ലാസ്റ്റ് ലോണിലേക്ക് എത്തിയത് തന്നെ. ഇനി ലോണിന്റെ കാര്യം, ലോൺ നമ്മൾ ചെയ്യണത് കസ്റ്റമർക്ക് ഒന്നെങ്കിൽ ബാങ്ക് ലോൺ ചെയ്യാം, അല്ലെങ്കിൽ സേർട്ട് ലോൺ ഉണ്ട്.
ഇപ്പൊ ബാങ്ക് ലോൺ ആണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു കാര്യങ്ങളെ ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് ഇരുന്ന് കേൾക്കണം കേട്ടോ. ഇതിനു വേണ്ടിയിട്ട് ഞാനൊരു സമയം തന്നെ ഈ വീഡിയോയിൽ മാറ്റിവെക്കുന്നുണ്ട്. ഇതൊന്ന് കൃത്യമായിട്ട് കേൾക്കിങ്ങൾ. ഓക്കെ, ഇപ്പൊ ഒരു കസ്റ്റമർ വണ്ടി ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം അവരെന്ത് ചെയ്യുക, അതിന്റെ EMI കാര്യങ്ങൾ നോക്കുക. അവർക്ക് മാസം കൊണ്ട് അടക്കാൻ കഴിയുമോ എന്നുള്ളത്. നമ്മളിപ്പോ ഒരു 0 ഡൗൺ പേയ്മെന്റോ 10 റുപ്യക്ക് ഇറക്കാൻ 16 റുപ്യക്ക് തരാന്ന് പറഞ്ഞിട്ടോ വണ്ടി ഒരിക്കലും എടുക്കരുത്. ഓക്കെ, അവര് എത്ര EMI വരുന്നുണ്ട്, എത്ര എക്സ്ട്രാ എമൗണ്ട് വരുന്നുണ്ട്, ശരിക്കും അതൊക്കെ നോക്കിയതിന് ശേഷം ഒരു വണ്ടി ഒരു കസ്റ്റമർ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, കാരണം നമ്മളിവിടെ ചോദിക്കുമ്പോൾ തിരക്കിൻ്റെ അടി പറയും നമ്മൾ എന്താ ചെയ്യുക, ഫിനാൻസ് നമ്മളിവിടെ ഒരിക്കലും ചെയ്യണില്ല, ഫിനാൻസ് ചെയ്യാത്ത ആൾക്കാരാണ്. നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് ബാങ്ക് ലോണിൻ്റെ ടീമിൻ്റെ നമ്പർ കൊടുക്കും. ഡയറക്റ്റ് കസ്റ്റമർ അവരെ വിളിച്ചാണ്ട് അവർക്ക് പ്രൂഫ് അയച്ചാൽ ഫുൾ സപ്പോർട്ട് ബാങ്ക് തരും. നമ്മളതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. ശരിക്കും നമ്മൾ ഫിനാൻസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മളായിട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം. നമ്മളായാലും ഈ പ്രൂഫ് വരെ നമ്പർ അയച്ചു കൊടുത്താൽ പല കസ്റ്റമേഴ്സിനും സാഹചര്യം മൂലം ഫിനാൻസ് വേണ്ടി വരും. ഒരു ചീറ്റ് കിടക്കണമെങ്കിൽ അധികം ആൾക്കാർ ഇപ്പോൾ റെഡി പൈസക്ക് ഇപ്പോൾ 2, 3, 4 ലക്ഷം 5 ലക്ഷം ഒന്നും കയ്യിലുണ്ടാവില്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് ഫിനാൻസ് നല്ലാതെ വേറെ ഓപ്ഷൻ ഒക്കെ ഫിനാൻസ് എടുക്കേണ്ട കാലം വന്ന്. ഇപ്പൊ പലിശ ഇല്ലാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ പൊതുവെ ഇപ്പൊ നമ്മൾക്ക് ഭക്ഷണം അയക്കുകയാണെങ്കിൽ വരെ ചിലപ്പം അതിന്ന് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജീവിച്ചു പോകാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാലയളവാണ്. അങ്ങനെ ആ ഒരു ലെവലിൽ ചിന്തിക്കാതെ നിൽക്കണമായിരിക്കും കുഞ്ഞങ്ങോട്ട് നല്ലത് എനിക്ക് തോന്നുക. അതൊക്കെ അവരവന്റെ ഇഷ്ടം. അതവനാണ് ഇഷ്ടം. ഞാനൊരിക്കലും ഇതിന് നിങ്ങൾ ഫിനാൻസ് ഇട്ട് എടുത്തോളി ഞാൻ ഒരിക്കലും പറയില്ല. ഒന്നെങ്കിൽ ബാങ്ക് ലോൺ ചെയ്യാം, അല്ലെങ്കിൽ സേർട്ട് ലോൺ ചെയ്യാം. ഇതിന് ഇൻട്രസ്റ്റ് കുറഞ്ഞ് കിട്ടാനുള്ള ഞാൻ കസ്റ്റമർക്ക് പറഞ്ഞെടുക്കല്, ഒന്ന് നിങ്ങൾ ഗോൾഡ് ഇപ്പൊ വച്ചാ ഗോൾഡിന്റെ റേറ്റ് ഒക്കെ പോയപ്പോ ഓക്കെ. അപ്പൊ വേറൊരു കാര്യം കൂടി ഉണ്ട്. അൻസിദിന്റെ കല്യാണം അൻസിദിന്റെ കല്യാണം അടുത്തു ഏകദേശം ഇപ്പൊ എത്ര പ്രായം എനിക്ക്? 27 27 വയസ്സായി. അപ്പൊ സെറ്റാണ്. ഇത്രയും നല്ല ലെവലിലെത്തി. ഇത് കല്യാണത്തിന് പ്രൊമോട്ട് ചെയ്യാൻ ഞാൻ എന്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞുണ്ടോ. അപ്പോ നല്ല കുട്ടികളൊക്കെ ഉണ്ട് കോണ്ടാക്ട്. അപ്പൊ പറയും കട്ട് ചെയ്തോട്ടോ, ഞാൻ ഫസ്റ്റ് ഇന്റർവ്യൂ ഇടും. ഓക്കെ, അതായത് നമ്മള് ഫൈനാൻസിന് വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്? ആധാർ കാർഡ്, പാൻ കാർഡ്, ഈ രണ്ടും മതി. പിന്നെ പല ബാങ്കുകൾക്കും പല പ്രൊസീജിയറാണ്, അവർ കറക്റ്റ് പറഞ്ഞുതരും. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ബജാജ് കാർഡ് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ഫണ്ട് വലിച്ചുകൊണ്ട് ഇവിടെ വണ്ടി ഇറക്കാൻ പറ്റും. ഇന്നലെ 2 വണ്ടി ഇറക്കി കൊടുത്തത് അങ്ങനെയാണ്. അതിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് നല്ലൊരു ഓപ്ഷനാണ്. പെട്ടെന്ന് തീർക്കണം കേട്ടോ. അതങ്ങനെ അതിന്റെ പ്രോബാലിറ്റി വരുന്നുണ്ട്. ഞാൻ ടീമിനാണ് കണക്ട് ചെയ്ത് കൊടുക്കലാണ്. നമ്മളായിട്ട് റെഡി നിൽക്കലില്ല. ഞാൻ ഇവിടെ ബുക്കിൽ എല്ലാവരും വെച്ചിരിക്കുകയാണ്. കസ്റ്റമർക്ക് ഏതാ വേണ്ടത് സെലക്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. പിന്നെ ഒരാളുടെ പൈസ ഒക്കെ റോൾ ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താണ്ട് എങ്ങനെയും ബെസ്റ്റ് ഓപ്ഷൻ ആണ്. എന്തായാലും മക്കളെ അതുപോലെ പരിചയം കൊടുത്തിരിക്കണോ? ഏതാണ് സ്റ്റാഫിനെ പരിചയം കൊടുത്തിരിക്കണോ? അതൊക്കെ ആൾക്കാർ തന്നെയാണ്. കുറച്ച് ആൾക്കാരോട് ഉണ്ട് കേട്ടോ. മൻസൂറാണ് നമ്മുടെ സർവീസ് മൻസൂറാണ് നമ്മുടെ സർവീസ്. വിലക്ക് ഉണ്ട് ഇവിടെ, വിലക്ക് ഉണ്ട്. നാണം കുറച്ച് ഉള്ള ആൾക്കാരാ അല്ലാതെ വരുന്ന പരിചയപ്പെടുത്തിരിക്കാം. ഓരോരുത്തരെ പേര് പറഞ്ഞാൽ ഷംസു, നമ്മുടെ സുഹൃത്താട്ടോ ഷാബിൽ, മുർഷിദ്. ഇതാ വിലക്ക് ഇവിടെ ഉണ്ട്. രാവിലെ മുതൽ നമ്മൾ 6 മണിക്ക് ശേഷം വീഡിയോ എടുക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം ആ ടൈമിൽ തന്നെ ഇവിടെ വന്ന് നല്ല ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ചാടിച്ച ശേഷം വലിയ ചാടിച്ചിട്ടില്ല കേട്ടോ. ഇനി ചാടിച്ചാൽ പോകണല്ലോ നമുക്ക്. നമ്മുടെ സുഹൃത്താട്ടോ, സ്റ്റാഫല്ല. സംസു സുഹൃത്താണ്. സുഹൃത്ത് സ്റ്റാഫ് എല്ലാവരും ഒക്കെ ഒരേപോലെയാണ് നമുക്ക്. അല്ലാതെ അങ്ങനെ ഇവിടെ എല്ലാവരും ഉണ്ടാവും. ഇവിടെ ഒരു നമ്മൾ ക്ലബ്ബ് പോലെ ഇരുന്ന് ചായ കുടിക്കും. ഇവിടെ എല്ലാവരും ഉണ്ടാവും. ഇവിടെ മുതലാളി തൊഴിലാളി എന്നുള്ള സിസ്റ്റം അല്ല. അവിടെ എല്ലാവരും ഒരേമാതിരി. അപ്പൊ എന്റെ പേര് മൻസൂർ നമ്മളെ സർവീസിന്റെ കാര്യങ്ങൾ ഫുള്ള് എല്ലാം നോക്കും. എന്താവശ്യം മൻസൂറിനും നിങ്ങൾക്ക് ഇവിടുന്ന് കാര്യങ്ങൾ വന്നിട്ട് പറയാം. ഈ കസ്റ്റമർക്ക് വണ്ടിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് കാണിച്ചു കൊടുക്കുക. ഇവിടെ ഫോണൊക്കെ എടുക്കുക. ഷാബിലാണ്. അതെന്തായാലും ഷാബിലെ സെറ്റ് ആക്കണം. നമ്മളെ കസ്റ്റമർ ഷാബിൽ ഒഴിച്ചാദികള് നമ്മൾ കസ്റ്റമേഴ്സ് ഷാബിലെ എന്താണ് വില സെറ്റാക്കി തരൂല ഷാബിലെ ഈ ഒരു വ്യക്തിനെ നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആളാണ്. ഇത് ഒരിക്കലും നമ്മളെ സ്റ്റാഫ് അല്ല, നമ്മളെ പഴയ ഷോപ്പില്ലേ അതിന്റെ തൊട്ട് ബാക്ക് താമസിക്കുന്ന ആളാണ്. ഇവിടെ സ്റ്റാഫില് ഡെയിലി ഇവിടെ ഉണ്ടാവും. നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് മാത്രമല്ല നമുക്ക് രാത്രി അവിടുന്ന് വണ്ടി കൊട്ടവണ്ടി അതേമാതിരി ലോഡ് വണ്ടി കയറും. ഞാൻ ചിലപ്പോൾ എറണാകുളത്തേക്ക് കയറും. രാവിലെ 5 മണിക്കോ 4 മണിക്കോ വണ്ടി ഇറക്കണം എന്നുണ്ടെങ്കിൽ ഇറക്കി തരും. അവന് പൈസ കൊടുത്താൽ വാങ്ങൂല. ഫുഡ് വാങ്ങി കൊടുക്കാറോ അതും വേണ്ട. ഒരു സേവനം ഭക്ഷണവും വേണ്ട ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ അയൽവാസികളെ കേരളത്തില് ഒരുപാട് ബൈക്ക് കച്ചവടക്കാരുണ്ട്. ഇതേമാതിരത്തെ ഒരു അയൽവാസി നിങ്ങൾക്ക് എവിടെയും കിട്ടുമോ? ചിലപ്പോ നമ്മള് പേജിലുണ്ടാവും എന്റെ വീഡിയോ. ഞങ്ങൾക്ക് വൈകുന്നേരമായ ചായക്ക് കടി കൊണ്ട് വീട്ടിൽ നിന്ന് തരും. ഇങ്ങനത്തെ ഒരു അയൽവാസിനെ വേറെ എവിടെയും കിട്ടൂല. അല്ല ഞങ്ങൾ ആദ്യം പറഞ്ഞതാ അവിടുന്ന് പോന്നപ്പോ ഒന്നും കിട്ടൂല. ഇവിടെ കൊടുങ്ങിയാലും ആളിവിടെ ഉണ്ട്. അതാണ്. ഓക്കെ, അപ്പൊ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഭയങ്കര ഹാപ്പി ആയി. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മളൊരു
ജീവിത ചരിത്രവും അതുപോലെ തന്നെ അതിന്റെ ഇടയിൽ നമ്മുടെ വണ്ടികളെ കാര്യങ്ങളും അങ്ങനെ ആ ഒരു ടൈപ്പിലേക്കാണ് നമ്മൾ വണ്ടികളെ സെയിൻ മോട്ടോനെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പ്രസന്റ് ചെയ്ത് കാണിച്ചു തന്നത്. തീർച്ചയായിട്ടും നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ അർഹതപ്പെട്ട എല്ലാ ഫ്രണ്ട്സിനും വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതാ മഞ്ചേരിയിൽ ഒരു പുതിയ ഷോപ്പ് തുറന്നിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഷെയർ ചെയ്യുക, ലിങ്ക് ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. വാട്സപ്പിലും മറ്റ് ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ മാക്സിമം സെറ്റ് ആക്കിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ഇടുക. അതുപോലെ തന്നെ നമ്മളെല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പേജ് കൂടി ഒന്ന് മറക്കാതെ ഫോളോ ചെയ്യുക. അതിന്റെ സ്ക്രീൻഷോട്ട് അതുപോലെ തന്നെ താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കാര്യങ്ങളെല്ലാം കൊടുക്കാം. മൊത്തത്തിലുള്ള കളക്ഷൻ ഞാൻ ഇവിടുന്ന് ഹെലിക്യാമലും അതുപോലെ തന്നെ മൊത്തത്തിലൊരു വീഡിയോ ഒക്കെ ഉണ്ടാക്കിയിട്ട് സെറ്റ് ആക്കാം. നമുക്ക് എന്തായാലും ഓക്കെ. ഇവിടെ ഒരു ഡെലിവറി കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് കസ്റ്റമർ എവിടെ നിന്നാണെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. കസ്റ്റമർ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങള് മുക്കത്ത് നിന്നാണ് വരുന്നത്. അടിപൊളി. അപ്പൊ മഞ്ചേരിയിലേക്ക് മുക്കത്ത് നിന്നാണ് വരുന്നത് അല്ലേ? എന്താ പേരെന്താ? സഫാൻ. നിങ്ങൾ വരുന്ന? ഫിറോസ് അല്ലേ? അപ്പോൾ നിങ്ങൾ കുറെ അന്വേഷിച്ചിരുന്നു വണ്ടി? ഇവിടെ ഇപ്പൊ ഏത് വണ്ടി എടുക്കുന്നത് നിങ്ങൾ? ഇവിടെ ഇപ്പൊ നമ്മള് ബുള്ളറ്റ്. ഇതിന് മുന്നേ വേറെ അന്വേഷിച്ചിട്ടുണ്ടോ? ബുള്ളറ്റ് ഞാൻ ഒരുപാട് അന്വേഷിച്ചു, കിട്ടാൻ വളരെ പ്രയാസം ഈ മോഡൽ വണ്ടി. അപ്പൊ സെയിൻ മോട്ടോറൊക്കെ കിട്ടി അല്ലേ? അപ്പോൾ എങ്ങനെയാണ് വണ്ടി എടുക്കുന്നത്? റെഡി ഇപ്പോൾ എക്സ്ചേഞ്ചിലാണ് അല്ലേ? എക്സ്ചേഞ്ച് ചെയ്തിട്ട് പിന്നെ വേറെ എഡ്യൂക്കേഷന് വേറെ. ഓക്കെ നമുക്ക് എന്നാ വണ്ടി കാണാം അല്ലേ? വണ്ടി കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നീ മലയാളി കൈ കൊടുത്തോളി. ഓക്കെ. അപ്പോൾ ഡെലിവറി കാര്യങ്ങളെല്ലാം സെറ്റായി. ഇനി നമുക്ക് അൺബോക്സ് ചെയ്യാം. നമ്മൾ വണ്ടി ഒന്ന് വണ്ടി റിവ്യൂല് നിങ്ങൾ കുറച്ച് ഇങ്ങനെ നോളി, ബാക്കിലേക്ക് നോളി, രണ്ടാളും നോളി, നേരെ ഓപ്പൺ ചെയ്യാം. യെസ് ഓക്കെ. നല്ല ഗ്രാൻഡ് ഡെലിവറി. ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ ചെയ്തിട്ടാണ് വില. യെസ്. ഇപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ഒരു സ്റ്റാൻഡേർഡാണ് ഇവർ ബുക്ക് ചെയ്തിരുന്നത്. സെറ്റ് അല്ലേ? ഹാപ്പിയാണോ? ഹാപ്പി. കൈ യൂണിവേഴ്സിൽ കയറാൻ പറ്റേ. ഓക്കെ സെറ്റാണ്. ആളും നല്ല ബുള്ളറ്റ് മാറ്റിയ ഷേപ്പ്, ബോഡി ഷേപ്പ് ഒക്കെ നല്ല ജിമ്മനാണ് തോന്നുന്നത് അല്ലേ? ജിമ്മനല്ലോ. അടിപൊളി അടിപൊളി. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് അല്ലേ? സെറ്റാണ്. അപ്പൊ എന്തായാലും അപ്പൊ ഇന്നൊരു ഡെലിവറി കൂടി കാണാൻ കഴിഞ്ഞു. നമ്മളെ വണ്ടി ഇവിടെ വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് തന്നെ ഒരു ഡെലിവറി. അപ്പൊ ഇനിയും ഒരുപാട് ഡെലിവറി ഇതുപോലെ സംഭവങ്ങൾ നടക്കട്ടെ, സെറ്റാക്കാം നമുക്ക് അല്ലേ? ബെസ്റ്റ് പ്രൈസ് അല്ലേ നിങ്ങൾക്ക്? എവിടെയൊക്കെ അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് ബെസ്റ്റാണ് തോന്നിയിട്ടാണ് ഇവിടെ വന്നത്? ഓക്കെ എന്നാ. അപ്പൊ ശരി.